ആ തുപ്പിയത് ഇങ്ങനെ നുള്ളിയെടുത്തിട്ട് അതങ്ങ് വലിച്ചെറിഞ്ഞിട്ട് അതുകൊണ്ട് ആ നായനെ സൃഷ്ടിച്ചത്. അതാണ് ഇത്ര നമ്മുടെ പുക്കിളിന്റെ ഭാഗത്തൊരു കുഴി വന്നത്, അവിടെയാണ് അവൻ തുപ്പിയത്. അപ്പൊ ഇതിൽ നിന്നല്ലേ ആ പട്ടിനെ പടച്ചത് അല്ലാഹു തആല. അതിനെ കുരുത്തക്കേട് അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. സഹോദരങ്ങളെ, നേരത്തെ കിടന്നുറങ്ങണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇശാക്ക് ശേഷം ഇൽമിയായ ഇങ്ങനത്തെ സംസാരങ്ങൾക്ക് വിരോധമില്ല. അല്ലാതെ വെറുതെ ഇരുന്ന് സൊറ പറയുന്നത് റസൂലുള്ള വെറുത്ത സംഗതിയാ. വേഗം കിടന്നുറങ്ങുക. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ എന്താ പരിപാടി? ഇശാ ജമാഅത്ത് കഴിഞ്ഞ് വന്ന് ഹദ്ദാദ് കഴിഞ്ഞാൽ വീട്ടിലുള്ള ഭാര്യയും മക്കളും എല്ലാം കൂടി ഭക്ഷണം കഴിച്ച് എത്രയും പെട്ടെന്ന് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ സുബഹിക്ക് നേരത്തെ ഉണരാം. നല്ല ബർക്കത്തുള്ള സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റിയ സമയമാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞ് കുറച്ച് സമയം ഇരുന്ന് ഖുർആൻ ഓതിയിട്ട് സ്കൂളിലേക്കുള്ളത് പരീക്ഷക്കുള്ളത് വായിച്ചിട്ട് പരീക്ഷയ്ക്ക് പോയി നോക്കൂ. രാത്രി ഉറക്കമൊഴിച്ച് 2 മണി വരെ വായിക്കാണ്. എന്നിട്ട് 2 മണിക്കോ 3 മണിക്കോ കിടന്നുറങ്ങാണ്. സുബഹി ഖലാക്കി എഴുന്നേറ്റിട്ട് പരീക്ഷയ്ക്ക് പോകുന്നു. ആ പരീക്ഷയിൽ എന്ത് ബർക്കത്താ ഉള്ളത്? അതേ സമയത്ത് ഭക്ഷണം കഴിച്ച് ഹദ്ദാദ് ഓതി കുറച്ചെന്തെങ്കിലുമൊക്കെ വായിക്കണമെങ്കിൽ വായിച്ച് വേഗം അങ്ങ് കിടന്നുറങ്ങുക, കൂടുതൽ വൈകാതെ. ശരീരത്തിന് അത്യാവശ്യമായ ഉറക്കം, നിർബന്ധമായ ആവശ്യത്തിനുള്ള ഉറക്കം കിട്ടണം. അങ്ങനെ ഉറങ്ങിയതിനു ശേഷം എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് സുബഹിയെ പ്രതീക്ഷിച്ചിരിക്കുന്നു. സുബഹി നിസ്കാരം കഴിഞ്ഞുകൊണ്ട് ഖുർആൻ ഓതിയിട്ട് കുറച്ചുകൂടി പാഠപുസ്തകങ്ങൾ വായിക്ക്, പരീക്ഷയ്ക്കുള്ളത് വായിച്ചുകൊണ്ട് ദുആ ചെയ്ത് ഇറങ്ങിപ്പോയാൽ എന്തൊരു ബർക്കത്താണ്. കച്ചവടത്തിന് പോയാൽ എന്ത് ബർക്കത്താണ്, കൃഷിക്ക് പോയാൽ എന്ത് ബർക്കത്താണ്, വാഹനം ഓടിക്കുകയാണെങ്കിൽ എന്തൊരു ബർക്കത്താണ്. എല്ലാ നന്മക്കും ബർക്കത്തുള്ള സംഗതിയല്ലേ അത്. സുബഹി നിസ്കരിക്കാത്തവന് നഹ്സാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. സുബഹി ഖളാക്കിയവന് അന്നത്തെ ദിവസം നഹ്സ് തന്നെ. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, തഹജ്ജുദ് നിസ്കാരം നിലനിർത്തണം. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ഒരു ദിവസം തണുത്ത വെള്ളം കുടിച്ചു. ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിച്ചു. താരങ്ങ് കിടന്നു ഉറങ്ങിപ്പോയി. അന്ന് തഹജ്ജുദ് കിട്ടിയില്ല. സുബഹിന്റെ ബാങ്ക് വിളിച്ചപ്പോഴാ ഉണർന്നത്. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി ശരീരത്തോട് പറയുന്നു, എന്റെ ശരീരമേ, ഇന്നലെ ഞാൻ നിനക്ക് നല്ല തണുത്ത വെള്ളം തന്നു. അതങ്ങ് കുടിച്ചപ്പോൾ നീ സുഖമായിട്ട് ഉറങ്ങി. എന്റെ തഹജ്ജുദ് മുടക്കി. മേലിൽ നിനക്ക് ഞാൻ വെള്ളം തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു തന്റെ ശരീരത്തിന് കൊല്ലങ്ങളോളം വെള്ളം കൊടുത്തില്ല. ശുദ്ധവെള്ളം, തണുത്ത വെള്ളം കൊടുത്തില്ല. വെള്ളം കുടിക്കാതെ താനങ്ങ് ജീവിച്ചു. രാത്രി സമയത്ത് പറയും, ശരീരമേ, നിനക്ക് ഞാൻ വെള്ളം തരില്ല. നീയാണ് ആ അപകടം വരുത്തി വെച്ചത്, സഹിച്ചോളൂ. വല്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത്, മരിക്കുമെന്ന് തോന്നുമ്പോ, ജലാംശമില്ലാതെ വെള്ളം കുടിക്കാതെ തൊണ്ട പൊട്ടി മരിക്കുമോ എന്ന് തോന്നുന്ന സമയത്ത് അബൂ യസീദുൽ ബിസ്താമി ചെയ്യുന്നത് എന്താണ്? ഒരു പാത്രത്തിൽ വെള്ളമെടുത്തുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി മണ്ണിലേക്ക് ആ വെള്ളം അങ്ങ് ഒഴിക്കും. ആ വെള്ളം മണ്ണിലൊന്ന് കുഴക്കും. എന്നിട്ട് മണ്ണ് കുഴച്ച് ഒരു ഉരുളയാക്കി കയ്യിൽ വെക്കും. കുറച്ച് കൂടുതൽ വെള്ളത്തിന്റെ നനവുണ്ടാക്കും. എന്നിട്ട് അത് കയ്യിൽ വെച്ചിട്ട് ദാഹജലം കിട്ടാതെ പട്ടിണിയായി വിശന്ന് ജലാംശം പറ്റി തൊണ്ട പൊട്ടി മരിക്കുമെന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോ അബൂ യസീദുൽ ബിസ്താമി ഈ കയ്യിൽ വെച്ചിരിക്കുന്ന നനഞ്ഞ മണ്ണിന്റെ ഉരുള നാവ് കൊണ്ടൊന്ന് തട്ടിച്ചിട്ട് വലിച്ചെടുക്കും. അത് മതി, അത് മതി നിനക്ക്, അത്ര മതി. ശരീരമേ, എനിക്ക് ഹിസാബ് കൂടാതെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റിയ അമല് ഞാൻ പതിവാക്കി പോരുന്നവനാണ്. ഒരു ദിവസം നിനക്ക് വെള്ളം തന്ന കാരണത്താൽ നീ എനിക്ക് സുഖമായി എന്റെ ശരീരത്തെ ഉറക്കിക്കളഞ്ഞു. അത് കാരണം എന്റെ തഹജ്ജുദ് മുടങ്ങി. ഇനി മേലിൽ നിനക്ക് ഞാൻ വെള്ളം തരില്ല എന്ന് പറഞ്ഞ് അബൂ യസീദുൽ ബസ്താമി റളിയല്ലാഹു അൻഹു മരണം വരെ തന്റെ ശരീരത്തിന് വെള്ളം കൊടുത്തില്ല. ശരീരത്തെ ശരിക്കും അങ്ങ് സൂക്ഷിച്ചു. ശരിക്കും ശരീരത്തെ അങ്ങ് പാകപ്പെടുത്തി. അവരുടെ നഫ്സിനെ വന്നഫ്സു കത്ഫിലിൻ തുഹ്മിൽഹു ശബ്ബഅല ഹുബ്ബിർ റളാഇ വഇൻ തുഫ്തിൻഹു യൻഫതിമി. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മുല കൊടുത്ത് ശീലിക്കുന്ന ഉമ്മമാര് കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കുന്നത് 2 വയസ്സ് പ്രായമാകുമ്പോൾ കുട്ടിയുടെ മുല കുടി നിർത്തും. അങ്ങനെ അല്ലെങ്കിൽ 1.5 വയസ്സ് പ്രായമാകുമ്പോ ആ കുഞ്ഞിന്റെ മുല കുടി നിർത്തും.
2 വയസ്സ് പ്രായമാകുമ്പോ എന്തായാലും ആ കുഞ്ഞിന്റെ മുലകുടി നിർത്തും. മുലകുടി നിർത്താതെ വിട്ടാലോ ആ കുഞ്ഞും മുല കുടിക്കും. 4 വയസ്സായാലും ഉമ്മാന്റെ മുലപ്പാല് കിട്ടണം. 10 വയസ്സായാലും മുലപ്പാല് കിട്ടണം. യുവാവാണെങ്കിലും ആ കുഞ്ഞിന്റെ മുലകുടി നിർത്തിയിട്ടില്ലെങ്കിൽ അവൻ യുവാവായാലും ഉമ്മാന്റെ മുലപ്പാല് കുടിക്കാൻ അവൻ നിർബന്ധിതനാകും. അവന് കുടിക്കും, അത് കിട്ടേണ്ടി വരും. അതേ സമയത്ത് ഇതേ കുഞ്ഞിനെ തന്നെ 2 വയസ്സ് പ്രായമാകുമ്പോഴേക്ക് ഉമ്മ മുലപ്പാല് കുടിക്കുന്നത് നിർത്തിയിട്ട് ഉമ്മാന്റെ മാറിടത്തിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ ആ കുഞ്ഞൻ അങ്ങനെ വളരുകയും ചെയ്തു. ഇന്ന് ഉമ്മാന്റെ മുലപ്പാല് കുടിക്കുക എന്ന് ആലോചിച്ചു നോക്കൂ. നമുക്ക് സാധ്യമാണോ? ചിന്തിക്കാൻ പോലും സാധ്യമാണോ? നമ്മുടെ ശരീരത്തെ, നമ്മുടെ നഫ്സിനെ എങ്ങനെ പാകപ്പെടുത്തുന്നോ ആ പാകപ്പെടുത്തുന്ന വിധത്തിലാണ് നമ്മുടെ ശരീരം. ശരീരത്തെ നല്ലതുകൊണ്ട് പാകപ്പെടുത്തണം. നല്ല ചിട്ടകൾ ശരീരത്തിന് കൊടുക്കണം. അപ്പോൾ തഹജ്ജുദ് നിസ്കാരം വേണം. എന്തിന്? നാളെ പരലോകത്ത് വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കുന്ന ആദ്യത്തെ പണി മഹ്ശറിലതാണ്. തഹജ്ജുദ് നിസ്കരിച്ചവരെവിടെ? ഇങ്ങോട്ട് വരൂ. അവരെ അങ്ങ് സ്വർഗത്തിലേക്ക് പറഞ്ഞേച്ചിട്ടാണ് അല്ലാഹു തആല വിചാരണക്ക് തിരിയുന്നത്. എല്ലാ ജനങ്ങളെയും അല്ലാഹു വിചാരണക്കെടുക്കും. സർവ്വജനങ്ങളെയും വിചാരണ ചെയ്യും. ഓരോരുത്തരും ദുനിയാവിൽ ചെയ്ത സർവ്വകാര്യങ്ങളും ചോദിക്കുമ്പോ നാം പറയാൻ വിസമ്മതിക്കുമ്പോൾ നമ്മുടെ ഏടുകൾ, നാം ചെയ്ത ഏടുകൾ കയ്യിൽ തരും. മലക്കുകൾ അത് ചുമന്നു വന്നിട്ടുണ്ടല്ലോ, അവരെ അള്ളാഹ് ഏൽപ്പിച്ചതല്ലേ. ആ ഏടുകൾ കയ്യിലേക്ക് തരും. ഏത് കയ്യിലാ തരുന്നത്? കിതാബ് ഏത് കയ്യിലാ കിട്ടുന്നത്? അത് തന്നെ വലിയ ഒരു പ്രതീക്ഷയാണ്. അവിടെ നിന്ന് തന്നെ ഏകദേശം നമ്മുടെ രൂപം മനസ്സിലാക്കാം. വലത്തെ കയ്യിലേക്ക് കിതാബ് വിതരണമാണ്. വലത് കയ്യിലാണ് അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ. വലത്തെ കയ്യിലെ കിതാബ് കിട്ടിയാൽ കാര്യം എളുപ്പമാണ്. പിന്നെ വലിയ വേജാറൊന്നും വേണ്ട. അവന്റെ കാര്യം എളുപ്പമാണ്. ചെറിയ ഒരു ഹിസാബ് കൊണ്ടങ്ങ് രക്ഷപ്പെടും. അതേ സമയത്ത് അമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂലു ഹാഉം ഇഖ്റഊ കിതാബിയ. അതാ ഇടത്തെ കയ്യിലെ കിതാബ് കിട്ടിയാൽ ഫയഖൂലു യാ വൈലത്താ. പലതും പല സ്ഥലങ്ങളിലും ഖുർആൻ പറയുന്നു, എന്റെ നാശമേ. എന്താണ് സംഭവിക്കുന്നത്? മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലു ഹാദിറൻ വലാ യളിമു റബ്ബുക അഹദാ. എല്ലാ വെള്ളിയാഴ്ചയും അൽ കഹ്ഫ് സൂറത്തിൽ ഇത് നമ്മൾ ആവർത്തിച്ചോതാറുണ്ട്. എല്ലാവരുടെ കയ്യിലേക്കും കിതാബ് വിതരണം ചെയ്തു. വലത് കൈ പിന്നിലേക്ക് പിടിച്ചു കെട്ടി ഇടത്തെ കയ്യിൽ കൊടുക്കപ്പെടുന്ന ചില കൂട്ടര്. വലത് കയ്യിൽ കിട്ടി, അതുകൊണ്ട് വായിക്കുന്ന ഒരു കൂട്ടര്. വലത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ വിജയിച്ചു കഴിഞ്ഞു. ഇടത്തെ കയ്യിലാണോ കിട്ടിയത്, വലത് കൈ പിന്നിലേക്ക് മലക്കുകൾ വന്ന് പിടിച്ചു കെട്ടിവെക്കും. ഇടത്തെ കയ്യിലാണ് കിതാബ് കിട്ടുന്നത്. അപ്പൊ ഇത് പേജ് മറിക്കണ്ടേ? ഓരോ പേജും മറിക്കണ്ടേ? ഒരു പേജ് തന്നെ വായിച്ചു കഴിയുമ്പോ അടുത്ത പേജ് വായിക്കണ്ടേ? കൈ പിന്നിലേക്ക് പിടിച്ചു കെട്ടിയിരിക്കല്ലേ. എങ്ങനെ കഷ്ണം മറിക്കുക? ഓട്ടോമാറ്റിക്കായി പേജുകൾ മറിഞ്ഞുകൊണ്ടിരിക്കും. ഒരു പേജിന്റെ വായന കഴിഞ്ഞാൽ ഖുർആൻ പറയുന്നു അടുത്ത പേജ് ഓട്ടോമാറ്റിക്കലി മറിഞ്ഞുകൊണ്ടിരിക്കും. കൈ പിന്നിലേക്ക് പിടിച്ചു കെട്ടി എന്നതുകൊണ്ട് പേജ് മറിയാതിരിക്കൊന്നുമില്ല. അങ്ങനെ പേജുകൾ മറിഞ്ഞുകൊണ്ടിരിക്കും. എല്ലാം വായിച്ചു തീരും. നിഷേധിക്കും മനുഷ്യൻ. അവിടെയും മനുഷ്യൻ നിഷേധിക്കും. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയും. ഒരു ദോഷം ചെയ്താൽ ആ ദോഷം ചെയ്യുന്നത് ഏത് കാലമാണോ, ഏത് ടൈമിലാണോ, ഏത് സ്ഥലത്ത് വെച്ചാണോ, എല്ലാറ്റിനെയും അല്ലാഹു ഹാജരാക്കും. ഭൂമിയെ ഹാജരാക്കും. യൗമഇദിൻ തുഹദ്ദിതു അഖ്ബാറഹാ. ഭൂമിക്ക് ചില കാര്യങ്ങൾ റബ്ബിനോട് തുറന്നു പറയാനുണ്ട്. ഭൂമിക്ക് ചില കാര്യങ്ങൾ റബ്ബിനോട് പറയാനുണ്ട്. എന്താണ് ഭൂമി പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, എന്താ ഭൂമി പറയുക? ഓരോ മനുഷ്യനും ചെയ്തിരിക്കുന്ന നന്മയും തിന്മയും ഭൂമി അള്ളാഹിനോട് പറയും. ഇവിടെ കാണാം, അള്ളാഹുവിന്റെ റസൂലിന്റെ മേലിൽ ഒരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലിയാൽ ആ ചൊല്ലുന്ന ശബ്ദം എത്ര ദൂരത്തേക്ക് കേൾക്കുന്നുവോ
ആ ശബ്ദം കേട്ട ദൂരത്തുള്ള വൃക്ഷങ്ങളും സസ്യപ്പുല്ലുകളും മണൽത്തരികളും ചരൽക്കല്ലുകളും നാളെ പരലോകത്ത് അനുകൂലമായി സാക്ഷി പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ മനുഷ്യൻ സ്വലാത്ത് ചെല്ലുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അതിന്റെ ശബ്ദം എത്ര ദൂരത്തേക്ക് അടിച്ചു വീശിയോ ആ സ്ഥലത്തുള്ള ഓരോ മണൽത്തരികളും പരലോകത്ത് അനുകൂലമായ സാക്ഷിയാകും. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചു പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, നിസ്കരിച്ചാൽ ആ സ്ഥലം പരലോകത്ത് സാക്ഷിയാണ്. അതുകൊണ്ടല്ലേ ഇവിടെ വെച്ച് ഇശാൻസ്കാരം നിർവഹിച്ചു. ഇശാന്റെ സുന്നത്ത് നിസ്കരിക്കണമെങ്കിൽ അവിടെ തന്നെ വെച്ചാവരുത്, ഒന്ന് അപ്പുറത്തേക്ക് മാറി നിൽക്കുന്നത് നല്ലതാണ്. പിന്നെ വിത്ർ നിസ്കരിക്കണം. ഇശാന്റെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ വിത്ർ നിസ്കരിക്കണം. ഒരൽപ്പവും കൂടി അങ്ങോട്ട് മാറിയിട്ട് വിത്ർ നിസ്കരിക്കുന്നത് സുന്നത്താണ്. കിതാബുകളിലൊക്കെ ഇങ്ങനെ സുന്നത്ത് വിവരിച്ചിട്ടുണ്ട്, അങ്ങനെ മാറി നിൽക്കുന്നത് സുന്നത്തായി വിവരിച്ചിട്ടുണ്ട്. അപ്പൊ തറാവീഹിന്റെ ഈ 2 റക്അത്തുകളിൽ മാറേണ്ട ആവശ്യമില്ല. 20 റക്അത്തിന്റെ ഒരു നിസ്കാരമാണല്ലോ. ആ 20 റക്അത്തും ഈ 2 റക്അത്ത് ഓരോ സ്ഥലത്ത് വെച്ച് നിസ്കരിക്കുമ്പോഴാണ് ഒരു 20 റക്അത്തിന്റെ തറാവീഹ് പൂർത്തിയാവുക. അതുകൊണ്ട് അതിനിടയിൽ മാറേണ്ടതില്ല എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ 2 റക്അത്തുകളും ഇശാന്റെ 4ഉം ഇശാന്റെ സുന്നത്തായ 2ഉം അതിനുശേഷമുള്ള വിത്റും അതുപോലെ ളുഹറിന്റെ മുന്നിലും പിന്നിലും ചെയ്യേണ്ട സുന്നത്തുകൾ വിവിധ സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കുന്നത് നല്ലതാണ്. നിസ്കാരത്തിന് വലിയ ഒരു സൊഫ്, സലാം വീട്ടി ദുആ ഒക്കെ കഴിഞ്ഞു, എഴുന്നേറ്റ് നിന്നു. ഇപ്പുറത്തുള്ള ആള് അപ്പുറത്തേക്കും അപ്പുറത്തുള്ള ആളെ ഇപ്പുറത്തേക്കും മാറ്റിയാൽ പരസ്പരം ആ നിൽക്കുന്ന 2 ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ നല്ല അച്ചടക്കമുണ്ടാകും, ഭംഗിയുണ്ടാകും, അടുക്കും ചിട്ടയും ഉണ്ടാകും. സ്ഥലം മാറലുമായി നിസ്കാരം കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പോകുന്നതിന് ബുദ്ധിമുട്ടുമില്ല. നല്ല ഭംഗിയായ കാര്യങ്ങൾ നിർവഹിക്കാൻ ജുമുഅക്കൊക്കെ പ്രത്യേകിച്ചും. അപ്പോ എന്തിനാണ് ഇങ്ങനെ മാറുന്നത്? നീ സുജൂദ് ചെയ്ത സ്ഥലം നാളെ പരലോകത്ത് അല്ലാഹുവിനോട് പറയും, അല്ലാഹുവേ, ഈ മനുഷ്യന്റെ എന്റെ മാറിടത്തിൽ വെച്ചുകൊണ്ട് നിസ്കരിച്ചവനാണ്, തെമ്മാടിത്തരം ചെയ്തവനാണെങ്കിൽ ഭൂമി പറയും, അല്ലാഹുവേ, ഈ മനുഷ്യൻ ഇന്ന സ്ഥലത്ത് വെച്ച് വ്യഭിചാരം ചെയ്തവനാണ്, ഇന്ന സ്ഥലത്ത് വെച്ച് കളവ് പറഞ്ഞവനാണ്. മദ്യപിക്കുമ്പോൾ ചിന്തിക്കണേ, വ്യഭിചരിക്കുമ്പോൾ ചിന്തിക്കണേ, ഒരു ഹറാമ് പറയുമ്പോൾ ശ്രദ്ധിക്കണേ. ആ സ്ഥലം നാളെ പരലോകത്ത് നമുക്ക് പ്രതികൂലമായി മാറും. ആ സ്ഥലം നാളെ പരലോകത്ത് റബ്ബിനോട് പറയും, ഇന്ന ദിവസം ഇന്ന സമയം എന്റെ മുകളിൽ വെച്ച് ഈ മനുഷ്യൻ ഇന്ന ഇന്ന കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയും. നാം നിഷേധിക്കാൻ ശ്രമിച്ചാലും നടക്കൂല. ഭൂമി ആ കാര്യം തുറന്നു പറയും. കൈകാലുകൾ സംസാരിക്കും. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. കൈ പറയും, കാല് പറയും, ഞാൻ ഇന്നയിടത്തേക്ക് നടന്നുപോയി. പെരുന്നാൾ നിസ്കാരത്തിന് വരുമ്പോ, ജുമുഅക്ക് വരുമ്പോ, പള്ളിയിലെ ജമാഅത്തിന് വരുമ്പോ ചവിട്ടടികൾ വർദ്ധിക്കുന്നത് നല്ലതാണ്. വരുന്നത് ഒരു വഴിക്കാണെങ്കിൽ പോകുന്നത് മറ്റൊരു വഴിക്കാകുന്നത് നല്ലതാണ്. വാഹനത്തിൽ കയറിയിട്ടല്ലാതെ വരുന്നത് സുന്നത്താണ്. ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? ജുമുഅക്ക് വരുന്ന വഴിക്ക് ഓരോ ചവിട്ടടികളും നാളെ പരലോകത്തിന് നിനക്ക് അനുകൂലമായി സാക്ഷി പറയണം. തിരിച്ചു പോകുമ്പോ വേറൊരു വഴിക്കല്ലേ പോകുന്നത്? ആ വഴിക്കുള്ള മണൽത്തരികളും ചവിട്ടടികളും നിനക്ക് പരലോകത്തുമായി അനുകൂലമായി സാക്ഷി പറയണം. വരുന്നത് ഒരു വഴിക്ക്, പോകുന്നത് മറ്റൊരു വഴിക്ക്, അത് സുന്നത്താണ്. പെരുന്നാൾ നിസ്കാരത്തിന്, ജുമുഅക്ക്, പള്ളിയിലെ ജമാഅത്തിന് ഒക്കെ പോകുമ്പോ ഇങ്ങനെ പോകലാ നല്ലത്. എന്തിനാണ് ഇതൊക്കെ കിതാബിൽ വിവരിച്ചത്? അള്ളാഹുവിന്റെ റസൂല് വിവരിച്ചത് നമുക്ക് പരലോകത്ത് ഈ ഭൂമി സാക്ഷി പറയാൻ. ചുണ്ടുകൾക്ക് സീല് വെച്ചു, കയ്യിന്റെ വിരല് പറയുന്നു, കണ്ണ് പറയും, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം. കൈ സംസാരിക്കും, കാല് സംസാരിക്കും. അപ്പോൾ നാം ചോദിക്കും, എടാ നീ പറഞ്ഞുവല്ലേ? കയ്യിനോട് ചോദിക്കും, എടാ കയ്യെ നീ പറഞ്ഞുവല്ലേ? നാവാകുന്ന അവയവത്തിന് സംസാരിക്കാനുള്ള കഴിവ് പടച്ച റബ്ബ് കയ്യാകുന്ന ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുമ്പോ ഞങ്ങൾ എന്തു ചെയ്യാനാണെന്ന് കയ്യിന്റെ വിരല് നമ്മളോട് തിരിച്ചു പറയും. എല്ലാ സാക്ഷികളും കൃത്യമാണ്.
അള്ളാഹു എന്നിൽ എന്ത് തീരുമാനമാണോ എടുക്കാൻ പോകുന്നത്, അങ്ങനെ വേജാറായി നിൽക്കുമ്പോ അള്ളാഹു വിളിക്കും, ഇവിടെ വാ. അടുത്തേക്ക് വിളിച്ചിട്ട്, നീ ഇന്ന 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 തെറ്റുകൾ ചെയ്തില്ലേ? അതേ ചെയ്തു. ഓരോ സ്ഥലവും ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്നത് ചെയ്തില്ലേ, ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്നത് ചെയ്തില്ലേ, എല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തും. ബോധ്യപ്പെടുത്തിയിട്ടേ ശിക്ഷിക്കുകയുള്ളൂ. ഒരധ്യാപകൻ ക്ലാസ്സിലെ കുട്ടികളെ ശിക്ഷിക്കുകയാണെങ്കിൽ മനഃശാസ്ത്രം പഠിപ്പിക്കുന്നത് എന്താണ്? ഞാനൊരു മദ്രസ മുഅല്ലിമാണെങ്കിൽ എന്റെ കുട്ടികളെ ഞാൻ ശിക്ഷിക്കുന്നതിന് മുമ്പ് എന്തിനാണ് ആ കുട്ടിയെ ശിക്ഷിക്കുന്നതെന്ന് കുട്ടിക്ക് ആദ്യം ബോധ്യപ്പെടുത്തി കൊടുക്കണം. നീ ഇന്നത് ചെയ്തില്ലേ, ഞാൻ പറഞ്ഞിട്ടില്ലേ അങ്ങനെ ചെയ്യരുത്, നീ സമയം വളരെ വൈകിയല്ലേ വന്നത്, നിന്നോട് ഞാൻ ഹോംവർക്ക് ചെയ്തു വരാൻ പറഞ്ഞിരുന്നില്ലേ, നീ എഴുതി കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഇവൻ ചെയ്ത തെറ്റ് എന്താണോ അത് ആ കുട്ടിക്ക് ബോധ്യപ്പെടുത്തിയിട്ടേ ഒരധ്യാപകൻ കുട്ടിയെ ശിക്ഷിക്കാവൂ. അങ്ങനെ ശിക്ഷിക്കുമ്പോ ഒരടി എന്ന് വെച്ചു കൊടുത്തു, ഇവൻ കരഞ്ഞുകൊണ്ട് തിരിച്ചു പോന്നു. ഈ കുട്ടിയുടെ മാനസിക പ്രകൃതി ഈ അധ്യാപകനോട് എങ്ങനെയാ ഉണ്ടാകുക? പഠിച്ചവനെ, ഞാൻ വിചാരിച്ചിരുന്നു ഒരു 10 അടിയെങ്കിലും, ഒരടി കൊണ്ട് രക്ഷപ്പെട്ടല്ലോ. ഉസ്താദിനോട് വെറുപ്പില്ല, ക്ലാസ്സിലെ മാഷോട് അധ്യാപകനോട് വെറുപ്പില്ല. തെറ്റ് ബോധ്യപ്പെടുത്തിയിട്ടേ ശിക്ഷിക്കാവൂ. അതങ്ങനെ ആ ദുന്യാവിൽ വരെ നമ്മുടെ മര്യാദ. അതേ സമയത്ത് ആദ്യം തന്നെ വന്നപാട് 4 എണ്ണം കൂടെ കൊടുത്തു കുറെ കഴിഞ്ഞ് മദ്രസ വിട്ട് പോകാനാവുമ്പോ, മോനെ ഞാൻ എന്തിനാ നിന്നെ തല്ലിയത് അറിഞ്ഞോ, മനസ്സിലായോ എന്ന് ആ കുട്ടിക്ക് എത്ര തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുത്താലും ഈ കുട്ടി എന്താ ചിന്തിക്കുക? ഉസ്താദിനെ ഉണ്ട്, എന്നെ തല്ലിയത് ഇച്ചിരി കൂടുതലായി പോയെന്ന്, പിന്നെ സോപ്പിട്ട് പറഞ്ഞേക്കാണ് എന്നേ ആ കുട്ടി മറുപടി കണ്ടെത്തുള്ളൂ. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ അത് നമ്മളിവിടെ ദുന്യാവിൽ പഠിപ്പിക്കുന്ന മനഃശാസ്ത്രം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനഃശാസ്ത്രമാണ്. തെറ്റിന് ശിക്ഷിക്കുകയാണെങ്കിൽ, ആരെ ശിക്ഷിക്കുകയാണെങ്കിലും, വാപ്പ മക്കളെ ശിക്ഷിക്കുകയാണെങ്കിലും, ആരെ ശിക്ഷിക്കുകയാണെങ്കിലും, ഇന്ന തെറ്റ് ചെയ്തതിന്റെ പേരിൽ ഇന്ന ശിക്ഷ നൽകുന്നു. ആ ശിക്ഷ തരുന്നത് നീ ഇന്ന തെറ്റ് ചെയ്തതിന്റെ പേരിലാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് ചെയ്യണമെന്നതാണ് മനഃശാസ്ത്രം. ദുന്യാവിൽ അങ്ങനെയല്ലേ ചെയ്യാ? അപ്പോഴതിന്റെ കാര്യ ഗൗരവം നമുക്ക് മനസ്സിലാവും. അല്ലാഹു തആല എല്ലാം നിഷേധിക്കാൻ കഴിയാത്തവർ ദുന്യാവിൽ ഇതൊക്കെ ചിലപ്പോൾ നിഷേധിക്കും, മറച്ചു വെക്കൊക്കെ ചെയ്യും. എന്തെങ്കിലും കളവ് പറഞ്ഞിട്ടെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ ആഖിറത്തില് ഒരു കളവും നടക്കൂല. കിതാബിൽ എഴുതി വെച്ചതുണ്ട്, കയ്യും കാലും സാക്ഷിയാണ്, ഭൂമി സാക്ഷിയാണ്, മലക്കുകൾ സാക്ഷിയാണ്, അതിനുള്ള എല്ലാ സാക്ഷികളും റെഡിയാണ്. ഒരു നിലക്കും നിഷേധിക്കാൻ കഴിയാതെ വരുമ്പോൾ അല്ലാഹു തആല ഒക്കെ ബോധ്യപ്പെടുത്തിയിട്ടാണ് ശിക്ഷ നൽകാൻ പോകുന്നത്. ആ കൂട്ടത്തിൽ ഒരാളെ വിളിച്ചു, ഇന്ന തെറ്റുകളൊക്കെ നീ ചെയ്തില്ലേ, സംഗതി വളരെ ഗുരുതരമായ തെറ്റല്ലേ, ഞാൻ പറഞ്ഞിട്ടില്ലേ ചെയ്യരുത് എന്ന്. പേടിച്ചു വിരണ്ട് വേജാറായി നിൽക്കുകയാണ്. ആ സമയത്ത് അല്ലാഹു തആല ഒരു സ്വകാര്യം പറയുന്നു, എടാ ബേജാറാകണ്ട, ഞാൻ അതെല്ലാം നിനക്ക് മാപ്പ് ചെയ്തിരിക്കുന്നു. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. റബ്ബ് നമ്മുടെ ദോഷങ്ങൾ മാപ്പ് ചെയ്തു തരുമാറാവട്ടെ. എന്താണ് ആ മാപ്പ് ചെയ്യാൻ കാരണം? മാപ്പ് ചെയ്യാൻ എന്താ കാരണം? അതിനൊരു കാരണമുണ്ട്. 2-3 സ്ഥലങ്ങളിൽ അല്ലാഹു ഇത് പറയുന്നുണ്ട്. ഒന്ന്, മൻ സതറ മുസ്ലിമൻ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ വക്കൽ നിന്ന് വല്ല ന്യൂനതകളും വന്നുപോയി, ആ ന്യൂനത മറ്റാരെയും അറിയിക്കാതെ അവനങ്ങ് മൂടിവെച്ചു. അത് കാരണം നാം ചെയ്തിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾ നാളെ പരലോകത്ത് അല്ലാഹു തആല വിചാരണ ചെയ്യും. വിചാരണ ചെയ്തിട്ട് നമുക്ക് ബോധ്യപ്പെടുത്തി തരും, ഇന്നത് നീ ചെയ്തു, ഇന്നത് നീ ചെയ്തു. സത്യമാണ്, നമ്മൾ നിഷേധിക്കൂല, അത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിനുള്ള ശിക്ഷ ഇന്നതാണെന്നും നമുക്ക് മനസ്സിലാക്കി തന്നു. നമുക്കത് ബോധ്യപ്പെട്ട് കഴിയുകയും ചെയ്തു. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി തങ്ങളും നമുക്കത് നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്കെല്ലാം ബോധ്യമാണല്ലോ, മഹ്ശറയിലും ബോധ്യപ്പെട്ടതാണല്ലോ. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, ഹബീബായ നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചില്ലേ, ഒരു മുസ്ലിമായ മനുഷ്യനെ എന്തെങ്കിലും ഒരു ന്യൂനത വന്നു പോയാൽ ആ മനുഷ്യനെ അപമാനിക്കരുത്. ആ ന്യൂനതയെ അങ്ങ് മറച്ചു വെച്ചു കൊടുത്താൽ അല്ലാഹു തആല നാളെ പരലോകത്ത് നമ്മുടെ പാപങ്ങൾ പൊറുത്തു തരും.
ആരും അറിയാതെ അങ്ങ് മറച്ചു വെച്ചു തരും. നിന്നെ ഞാനിപ്പോൾ ശിക്ഷിക്കുന്നില്ല, നിന്നെ ഞാൻ നരകത്തിലേക്ക് വിടുന്നില്ല, പൊയ്ക്കോ സ്വർഗത്തിലേക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല മനുഷ്യനെ സ്വർഗത്തിലേക്ക് വിടുമ്പോ എന്തൊരു സന്തോഷമായിരിക്കും. ഇതൊരു നിസ്സാര കാര്യമാണോ? അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഹാത്തമുനിൽ അസമ്മ റളിയല്ലാഹു അൻഹു, ആ ഹാത്തം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ ഒരു വാചകമുണ്ട്, അൽ അസമ്മ. അസമ്മ എന്ന് പറഞ്ഞാൽ പൊട്ടൻ. ഹാത്തം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഹാത്തമുനിൽ അസമ്മ എന്ന് പറഞ്ഞാൽ പൊട്ടൻ ഹാത്തം എന്നാണ് അതിന്റെ അർത്ഥം. ഇമാം ഖുശൈരി തന്റെ റിസാലയിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഹാത്തം റളിയല്ലാഹു അൻഹുവിന് തന്റെ ഉമ്മ വെച്ച പേരാണോ അത്? തന്റെ വാപ്പ വെച്ച പേരാണോ പൊട്ടൻ ഹാത്തം? നമ്മുടെ മക്കൾക്ക് നാം ആ പേര് വെക്കുമോ? പൊട്ടൻ മുഹമ്മദ്, പൊട്ടൻ അബൂബക്കർ എന്നാരെങ്കിലും പേര് വെക്കുമോ? ഒരൊറ്റ വാപ്പയും മക്കൾക്ക് പേര് വെക്കില്ല. ഹാത്തം റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയോ വാപ്പയോ ആ പേര് വെച്ചിട്ടില്ല. ഈ പേര് എങ്ങനെ കിട്ടിയതാണ്? ബഹുമാനപ്പെട്ട ഹാത്തമുനിൽ അസമ്മ റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട മഹാനാണ്. ദർസ് നടത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ശിഷ്യന്മാർക്ക് ദർസ് നടത്തി കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു പെണ്ണ് എന്തോ ഒരു മസ്അല ചോദിക്കാൻ വേണ്ടി വീടിന്റെ ആ ഹാത്തം റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന റൂമിന്റെ ഒരു സൈഡിൽ വന്നു നിന്നു. ഉസ്താദിന്റെ ദർസ് കഴിഞ്ഞ് അങ്ങ് പോകട്ടെ, അതിനുശേഷമാകാം ഇത് ചോദിക്കുന്നത് എന്ന് വെച്ചുകൊണ്ട് ഒരു സൈഡിൽ അവിടെ മാറി നിന്നു. ആ നൃത്തത്തിനിടയിൽ ഉസ്താദ് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴതാ ആ പെണ്ണിന് അല്പം ശബ്ദത്തോടു കൂടി ഒല മുറിഞ്ഞുപോയി, കീവായി പോയി ശബ്ദത്തോടു കൂടി. ഇത് മാന്യതയുള്ള ഒരു മനുഷ്യനും ഇഷ്ടപ്പെടൂല. ഈ പെണ്ണിനത് വല്ലാത്ത വഷളത്തരമായി തോന്നി. ഹാത്തമന്റെ മുമ്പിലാണല്ലോ എന്റെ ഒല മുറിഞ്ഞത്, അത് ശബ്ദത്തോടു കൂടിയാണല്ലോ, ഹാത്തമ കേട്ടുപോയല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഹാത്തം റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വഷളായിക്കൊണ്ട് ആ പെണ്ണ് അങ്ങ് തലകുനിച്ചു നിന്നു. ഹാത്തം റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി ആ പെണ്ണിന് വല്ലാത്ത മാനക്കേടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹാത്തം റളിയല്ലാഹു അൻഹു എന്തു ചെയ്തു? ദർസ് കഴിഞ്ഞപ്പോൾ ഈ പെണ്ണിലേക്ക് തിരിഞ്ഞിട്ട് ചോദിച്ചു, എന്തിനാ വന്നത്? പെണ്ണ് പറഞ്ഞു, ഒരു മസ്അല ചോദിക്കാൻ. എന്തിന്? ഒരു മസ്അല ചോദിക്കാൻ. ഉറക്കെ പറ, എനിക്ക് കേൾക്കൂല. ഹാത്തം റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ആ പെണ്ണ് കുറച്ചുകൂടി ഉറക്കെ പറഞ്ഞു, കുറച്ചുകൂടി ഉറക്കെ പറ. ആ പെണ്ണിനെ കൊണ്ട് അങ്ങ് പറയിപ്പിച്ചു ഭയങ്കര ശബ്ദത്തില്. ആ ഇപ്പൊ കേൾക്കുന്നുണ്ട്. പൊട്ടനായിട്ട് അങ്ങ് അഭിനയിച്ചപ്പോ ഈ പെണ്ണ് മനസ്സിലാക്കി, എനിക്ക് ഒലുമുറിഞ്ഞതിന്റെ ശബ്ദം ഹാത്തം കേട്ടിട്ടില്ല. ആ വഷളത്തരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പെണ്ണിന്റെ മുഖം പ്രസന്നമായി. ഇത് കാരണം ആ പെണ്ണിന്റെ അഭിമാനം രക്ഷപ്പെടുത്താൻ വേണ്ടി ഹാത്തം റളിയല്ലാഹു അൻഹു പൊട്ടനായിട്ട് അങ്ങ് അഭിനയിച്ചു. ഈ പെണ്ണ് ചെന്നിട്ട് അങ്ങോട്ട് പറഞ്ഞു വരത്തി, ഹാത്തം റളിയല്ലാഹു അൻഹു അസമ്മാണ്, ഹാത്തം പൊട്ടനാണ്, ഹാത്തമിന് ചെകിട് കേൾക്കൂല. ഇനി ആരെങ്കിലും ഹാത്തമിനോട് വല്ലതും ചോദിക്കാൻ പോവുകയാണെങ്കിൽ ഹാത്തമിന് ചെകിട് കേൾക്കൂല, കുറച്ച് ഉറക്കെ പറയണം. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഒരാള് വന്നിട്ട് ഇത് രാവിലെയാ നടക്കുന്നതെങ്കിൽ വൈകുന്നേരം മഗ്രിബിന് പള്ളിയിൽ വന്നപ്പോ ഉസ്താദിനെ ഒന്ന് കണ്ട്, അസ്സലാമു അലൈക്കും ഉസ്താദ്. വഅലൈക്കും അസ്സലാം. ആ പെണ്ണല്ലേ പറഞ്ഞ് ഹാത്തമിന് ചെകിട് കേൾക്കൂലെന്ന്. ഹാത്തമിന് ചെകിടിന് ഒരു കുഴപ്പമില്ലല്ലോ. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് സാധാരണ ഇശാ നിസ്കരിച്ചാ പോവുക. പക്ഷെ നമ്മളാണെങ്കിൽ എന്തു ചെയ്യും? ഉടനെ തന്നെ പോയിട്ട്, നീ എന്താ ഹാത്തമിനെ സംബന്ധിച്ച് പറഞ്ഞത് ചെകിട് കേൾക്കൂലെന്നോ? നീ ഉസ്താദിനെ പറ്റി എന്താ പറഞ്ഞുണ്ടാക്കിയത് എന്ന് ചോദിക്കൂലേ? ഇതുകൊണ്ട് ഹാത്തം റളിയല്ലാഹു അൻഹു മരണം വരെ ചെകിട് പൊട്ടനായി അഭിനയിച്ചു. മരണം വരെ താൻ പിന്നെ ചെകിട് പൊട്ടനായിട്ട് അങ്ങ് അഭിനയിച്ചു. എന്തിനു വേണ്ടി? ഒരു വേള ആ പെണ്ണിൽ നിന്ന് വന്നിരിക്കുന്ന ആ മാനക്കേട്, ആ പെണ്ണിന്റെ അഭിമാനം രക്ഷപ്പെടുത്താൻ വേണ്ടി. ആ പെണ്ണ് എന്നെ കുറിച്ച് ചെകിട് പൊട്ടനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആ പെണ്ണിനൊരു വിഷമം വരരുത്. ഹാത്തം റളിയല്ലാഹു അൻഹുവിനെ ചെകിട് കേൾക്കൂല എന്ന് ജനങ്ങൾ അങ്ങ് പറഞ്ഞു വരുത്തി.
സുബ്ഹാനല്ലാഹ്, ഹാത്തമിന് ഒരു കുഴപ്പവുമില്ല. എന്തിനാ ഇത്ര കഷ്ടപ്പെട്ടത്? ഇത്രയും പ്രയാസപ്പെട്ടത് എന്തിനാണ്? ദുനിയാവിൽ ഒരു മനുഷ്യന്റെ രഹസ്യം മറച്ചു വെച്ചാൽ സതറഹുല്ലാഹു യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് അല്ലാഹു തആല അവന്റെ അഭിമാനം കാക്കും. അല്ലാഹ് അവന്റെ ദോഷം മറച്ചു വെക്കും. അതങ്ങ് മോഹിച്ചപ്പോൾ, പരലോകത്ത് എന്നിൽ നിന്ന് സംഭവിച്ച അപാകതകൾ അല്ലാഹു പുറത്ത് തരണമെന്ന് ചിന്തിച്ചപ്പോൾ, റഹ്മാനായ റബ്ബ് എനിക്ക് മാപ്പ് ചെയ്തു തരണമെന്ന് ചിന്തിച്ചപ്പോ, ദുനിയാവിൽ ജനങ്ങൾ പൊട്ടനെന്ന് വിളിച്ചോട്ടെ, പ്രശ്നമില്ല. കുറച്ചു കാലം ജീവിക്കുമ്പോ പൊട്ടനായി അഭിനയിച്ചോട്ടെ, അതിനും പ്രശ്നമല്ല. ഇത്ര പ്രയാസപ്പെട്ടതിന്റെ ഗുണം അത് മനസ്സിലാക്കിയിട്ടാണ്. എത്ര മനുഷ്യന്മാരെ അഭിമാനം പറിച്ച് ചെയ്താറുണ്ട് ഞാനും നിങ്ങളും. എന്തെങ്കിലും ഒരു രഹസ്യം, ഒരു മനുഷ്യന്റെ ന്യൂസ് അറിഞ്ഞാൽ അത് മറ്റുള്ളവരോട് പറയാതെ ഉറക്കം വരില്ല ചില മനുഷ്യന്മാർക്ക്. സുബ്ഹാനല്ലാഹ്, മാരകമായ ഗുരുതരത്തിൽ നിന്ന് അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനിയെങ്കിലും ഈ വാളിന്റെ മജ്ലിസ് പിരിഞ്ഞു പോകുമ്പോ പറഞ്ഞ എനിക്ക് കേട്ട നിങ്ങളെക്കാൾ അത് ഫലമാകണം, നിങ്ങൾക്കും അത് ഫലം ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു സുഹൃത്തിന്, ഒരു മുസ്ലിം സഹോദരന് ഒരു ന്യൂനത നാം അറിഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ന്യൂനത അറിഞ്ഞാൽ, എന്താണത് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ആരോടെങ്കിലും പറഞ്ഞിട്ട് വല്ല പ്രയോജനവുമുണ്ടോ? പറഞ്ഞാലുണ്ടാകുന്ന ദോഷം എന്താണ് കേട്ടോ? പറഞ്ഞാലുണ്ടാകുന്ന ദോഷം എന്താണ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ന്യൂനത ഉള്ളത് മറ്റൊരാളോട് പറഞ്ഞാൽ അയാൾക്ക് മനസ്സ് വേദനിക്കുകയല്ലാതെ ആ തെറ്റ് ആ മനുഷ്യൻ തിരുത്താൻ പോകുന്നുണ്ടോ? അയാളോട് ചെന്ന് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. ഞാനൊരു ഉദാഹരണം പറയട്ടെ. അല്പം ഒന്ന് എന്റെ വിഷയത്തിൽ നിന്ന് ഞാൻ വ്യതിചലിക്കുകയാണ് മനഃപൂർവ്വം തന്നെ. ഞാനൊരു നല്ല മനുഷ്യനാണെന്ന് ചിന്തിച്ചോ, ജീവിതത്തിൽ ഇന്ന് വരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്ക്, ഒരു തെറ്റും എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. ഒന്ന് വലത്തോട്ട് തുപ്പൽ ജീവിതത്തിൽ കറാഹത്താണ്, ഒരൊറ്റ കറാഹത്ത് ചെയ്തിട്ടില്ല. അഥവാ ജീവിതത്തിൽ ഒരിക്കൽ വലത്തോട്ട് തുപ്പിയിട്ടില്ല. മുൻഭാഗത്തേക്ക് തുപ്പൽ കറാഹത്താണ്, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ മുൻഭാഗത്തേക്ക് തുപ്പിയിട്ടില്ല. ഖിബലാന്റെ നേരെ തുപ്പല് പാടില്ലാത്തതാണ്. ഖിബലക്ക് നേരെ തുപ്പിയവന്റെ തുപ്പലം മുഴുവനും നെറ്റത്തടത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടുകൊണ്ട് നാളെ പരലോകത്ത് ഹാജരാക്കും. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. ഖിയാമത്ത് നാളിൽ അവനെ ഒരുമിച്ച് കൂട്ടുമ്പോ മഹ്ശറയിൽ കൊണ്ടുവരുമ്പോ അവന്റെ നെറ്റത്തടത്തിൽ അന്ന് വരെ അവൻ തുപ്പിയ മുഴുവനും തുപ്പലങ്ങളും നെറ്റത്തടത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടുകൊണ്ട് മഹ്ശറയിലേക്ക് ഹാജരാക്കും. സ്വാലിഹീങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ആ 3 സഫ് ഇല്ലേ, ആ 3 വരിയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അങ്ങോട്ട് കടക്കാൻ അനുവദിക്കാതെ സ്വർഗത്തിലേക്ക് റബ്ബ് നിശ്ചയിച്ച 3 വരി, അല്ലാഹു തആല നിർത്തിയ 3 വരി, 117 വരി നരകത്തിലേക്കുള്ള വരി മറുവശത്ത്, ആ സ്വാലിഹീങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് അടുക്കാൻ സമ്മതിക്കൂല. വൃത്തികേടോ, നിന്റെ നെറ്റത്തെടുത്തല്ലേ തുപ്പലം മുഴുവനും എന്ന് പറഞ്ഞ് അവനെ ഓടിക്കും. അത്രയും വലിയൊരു മോശപ്പെട്ട പണിയാണത്. ഖിബലാന്റെ ഭാഗത്തേക്ക് തുപ്പരുത്, വലത്തോട്ട് തുപ്പരുത്, മുന്നിലേക്ക് തുപ്പരുത്, ഇടത് ഭാഗത്തേക്ക് തുപ്പിക്കോ, വിരോധമില്ല. വലത്തോട്ട് തുപ്പേണ്ടി വന്നു, ഇടത് ഭാഗത്ത് ആളുകൾ നടന്നു പോവാണ്, അങ്ങോട്ട് തുപ്പാൻ വയ്യ, മുന്നിലേക്ക് തുപ്പാനും വയ്യ. അപ്പൊ വലത്തോട്ടെ തുപ്പേണ്ടതായി വന്നു. ഒന്ന് ചെരിച്ച് തുപ്പിക്കോ, ഒന്ന് സൈഡ് മാറിയിട്ട് തുപ്പാൻ ശ്രമിക്കുകയല്ലാതെ വലത്തോട്ട് തുപ്പുന്നത് ഗുണമുള്ള കാര്യമല്ല. കുടുങ്ങിയാൽ തുപ്പാം, കുടുങ്ങിയ ഗത്യന്തരമില്ലാതെ വരുമ്പോ തുപ്പാം, അതിന്റെ പേരിൽ നരകത്തിൽ പോവൊന്നുമില്ല. ഒരിക്കൽ പോലും വലത്തോട്ട് തുപ്പാത്തൊരു മനുഷ്യനാണ് ഞാനെന്ന് സങ്കല്പിച്ചോ. കറാഹത്തൊന്നും ചെയ്തിട്ടില്ല, ഒരൊറ്റ സുന്നത്ത് ഉപേക്ഷിച്ചിട്ടില്ല, ഖുർആൻ കയ്യിൽ നിന്ന് വെച്ച സമയമില്ല, ദർസ് നടത്തുക തന്നെ, നിസ്കരിക്കുക തന്നെ, നോമ്പ് നോൽക്കുക തന്നെ. മറുവശത്ത് മറ്റൊരു മനുഷ്യനുണ്ട്, അയാളാണെങ്കിൽ ജീവിതത്തിൽ ഒരു നന്മയും ചെയ്തിട്ടില്ല, ഒരിക്കൽ പോലും ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു മുഴുത്തമ്മാടി മറുവശത്തുമുണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിക്ക്. അയാൾ കുടിച്ചുകൂട്ടിയ മദ്യത്തിന്റെ ലിറ്ററുകൾ കയ്യും കണക്കുമില്ല,
വ്യഭിചാരം ചെയ്തതിന് കയ്യും കണക്കുമില്ല. അങ്ങനത്തെ ഒരു മുഴുത്തമ്മാടി മറുവശത്തുമുണ്ട്. ഈ രണ്ട് കൂട്ടരിൽ അള്ളാഹുവിന്റെ അടുക്കൽ കുടുങ്ങിപ്പോകുന്നത് ആരാണ്? കുടുങ്ങുന്നത് അതാ ആ തെമ്മാടിയായ മനുഷ്യൻ ഇതുപോലത്തെ ഒരു വാഴന്റെ മജ്‌ലിസ് കഴിഞ്ഞു പോകുമ്പോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അയാളുടെ മനസ്സങ്ങ് പൊട്ടിക്കരഞ്ഞു. റഹ്മാനായ റബ്ബേ, ഞാൻ ദോഷിയാണ്, പാപിയാണ്, തെമ്മാടിയാണ്, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണം. ഈ മനുഷ്യൻ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് തന്റെ ഭാര്യ അറിയാതെ, വീട്ടുകാരെ വിളിച്ചുണർത്താതെ പുറത്തുള്ള ടാപ്പ് തിരിച്ചു ഒളു ചെയ്തുകൊണ്ട് ഖളാഅ നിസ്കാരം അങ്ങ് ഖളാഅ വീട്ടി ജീവിതത്തിൽ ഒരു സുബ്ഹാനല്ലാഹ് പറയാത്ത ആ മനുഷ്യൻ ആ വരാന്തയിൽ പായ വിരിച്ചുകൊണ്ട് തന്റെ ഉറങ്ങുന്ന ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്താതെ അവിടെ വെച്ചുകൊണ്ട് ആ ഫർളങ്ങ് നിസ്കരിച്ചിട്ട് അല്ലാഹുവിലേക്ക് കൈനീട്ടി യാചിച്ചുകൊണ്ട് പൊട്ടിപ്പൊട്ടിക്കരയുന്നു. അല്ലാഹുവേ, എന്റെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ, നീ റഹ്മത്തുള്ളവനാണ്, നീ കരുണയുള്ളവനാണ്. ഞാനൊരു നന്മ ചെയ്തിട്ട് ചോദിക്കുകയല്ല, നിന്റെ റഹ്മത്ത് കൊണ്ട് പുറത്തു കിട്ടണം. എനിക്ക് ദോഷം പുറത്തു കിട്ടാൻ മാത്രമുള്ള ഒരു നന്മയും ഞാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പുറത്തു തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ ഹൃദയം പൊട്ടി ഒലിക്കുന്ന കണ്ണീർ കണങ്ങൾ കവിൾത്തടത്തിലൂടെ നൈൽ നദി കുത്തി ഒലിക്കും പോലെ, കുത്തിയൊലിക്കുന്ന പേമാരി പോലെ കവിൾത്തടത്തിലൂടെ കണ്ണീർ കണങ്ങൾ ഒലിപ്പിച്ചുകൊണ്ട് ആ പാതിരാവിലിരുന്ന് ആ മനുഷ്യനങ്ങ് കരഞ്ഞു. 5 മിനിറ്റ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ പ്രാർത്ഥന മുഴുമിച്ചില്ല. ആ മനുഷ്യനങ്ങ് മരിച്ചു വീണുപോയി. അയാൾ മരിച്ചാൽ അയാൾ സ്വർഗത്തിലോ നരകത്തിലോ? സ്വർഗത്തിലാണ്. എടാ, സ്വർഗത്തിൽ പോകണമെങ്കിൽ അമല് വേണ്ടേ? സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ അമല് വേണ്ടേ? അതേ അമല് വേണം. ഇയാളാണെങ്കിൽ ഒരു അമലും ചെയ്തിട്ടുമില്ലല്ലോ. റഹ്മാനായ റബ്ബ് ചെയ്യുന്ന കരുണ കണ്ടോ. ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് ഖാല അല്ലാഹു അസ്സ വജൽ. അല്ലാഹു ഖുർആനിൽ പറയുന്നു, ഇവൻ ഇന്ന് വരെ ചെയ്തു കൂട്ടിയ എന്തെല്ലാം ദുഷ്കർമ്മങ്ങളുണ്ടോ അത് മുഴുവനും സൽക്കർമ്മമാക്കി അല്ലാഹു അങ്ങ് മാറ്റിക്കൊടുത്തു. ഇപ്പൊ കള്ളു കുടിച്ചതയാളെ ലിസ്റ്റിലില്ല, ഇയാളുടെ തോളിൽ എഴുതി വെച്ച റെക്കോർഡുകളിൽ കള്ളു കുടിച്ചതില്ല, വ്യഭിചരിച്ചതില്ല, ഒരു തിന്മയും അവിടെയില്ല. നന്മയാണെങ്കിൽ ഇയാൾ ഒന്നും ചെയ്തിട്ടുമില്ലല്ലോ. അതിനെന്ത്? ഇത് മുഴുവനും നന്മയാക്കി ഇങ്ങോട്ട് മറിച്ചു കൊടുത്തു. ഒരു പാതിരാവിൽ ഇരുന്നുള്ള പൊട്ടിക്കരച്ചിലാണ്. ഇൻഷാ അല്ലാഹ് വിഷയത്തിന്റെ അവസാനത്ത് ഞാൻ ഉദ്ദേശിച്ച ഭാഗത്ത് വരുമെങ്കിൽ പിന്നീട് വിശദീകരിക്കാം. ഇപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മനുഷ്യൻ നന്നായി. അതേ സമയത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ കറാഹത്തും ചെയ്തിട്ടില്ല. എന്തേ പറഞ്ഞിട്ടുള്ളൂ? ആ മനുഷ്യൻ കള്ളുകുടിയനാണ് എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സത്യവുമാണ് പറഞ്ഞത്. ഇന്ന് വരെ പറഞ്ഞത് സത്യമാണ്. അയാൾ കള്ളുകുടിയനാണ്, യാഥാർത്ഥ്യമാണ് പറഞ്ഞത്. അതേസമയം അയാളെ കുറിച്ച് കള്ളുകുടിയനാണെന്ന് പറഞ്ഞപ്പോൾ ഇനി ഞാൻ അള്ളാഹിനോട് പാതിരാവിലിരുന്ന് ഖിയാമം വരെ കരഞ്ഞാലും ആ ഒരൊറ്റ പാപമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. രണ്ടാമത്തെ ഒരു പാപം എന്റെ ജീവിതത്തിലില്ല. ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങളെ കൊണ്ട് ഇത് പുറത്തു കിട്ടുമോ? പുറത്തു കിട്ടുകയില്ല. ഇത് ഇൽമിന്റെ മജ്‌ലിസാണ്. 70 അനാവശ്യ സദസ്സുകളിൽ പങ്കെടുത്തുകൊണ്ട് ചെയ്ത ദോഷങ്ങൾ ഒരൊറ്റ ഇൽമിന്റെ മജ്‌ലിസിൽ വന്ന് ഇരുന്നാൽ മതി. ഇവിടെ വന്നിരുന്നപ്പോൾ അങ്ങ് ഉറക്കം തൂങ്ങിയതാണ്, ഇപ്പോഴും ഉണർന്നിട്ടില്ല. വഅദ് കഴിഞ്ഞ് പോകുമ്പോ ആളുകൾ തട്ടി ഉണർത്തിയപ്പോഴാ വന്നത്. ഒരക്ഷരം വഅദ് പറയുന്നത് അയാൾ കേട്ടിട്ടില്ല. എന്നാൽ പോലും ഈ വഅദിന്റെ മജ്‌ലിസിൽ ഇരുന്ന ബർക്കത്ത് കൊണ്ട്, ആ 70 മജ്‌ലിസുകളിൽ പങ്കെടുത്തുകൊണ്ട് ചെയ്ത ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. ഇത്ര വലിയ അനുഗ്രഹമല്ലേ? ഈ ഒരൊറ്റ ദോഷം അല്ലാഹു പൊറുക്കുമോ? പൊറുക്കൂല. ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ, റബ്ബ് പൊറുക്കുകയില്ല. ഹജ്ജിന് പോയപ്പോ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് മീസാബിന്റെ ചുവട്ടിൽ നിന്ന് ഹജർ ഇസ്മായിലിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുന്നു. മീസാബിന്റെ ചുവട്ടിൽ നിന്നിട്ട് ഹജർ ഇസ്മായിൽ എന്ന വളവിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുന്നു. അല്ലാഹുവേ, എനിക്ക് സ്വർഗം തരണേ അല്ലാ,
എന്ന് ദ്വാരക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഉസ്മാനെ സ്വർഗത്തിൽ നിന്നിട്ടാണോ സ്വർഗം ചോദിക്കുന്നത്? എന്താ പറഞ്ഞതിനർത്ഥം? മീസാബിന്റെ ചുവട്ടിൽ കഅബയുടെ സമീപത്തുള്ള ചുറ്റുമതിൽ കെട്ടിയ വളവ് പോയവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകും. ആ ഹിജ്ർ ഇസ്മായിൽ എന്ന സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, അല്ലാഹുവേ സ്വർഗം തരണേ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പറയുന്നു, ഉസ്മാനെ സ്വർഗത്തിൽ നിന്നിട്ടാണോ നീ സ്വർഗം ചോദിക്കുന്നത്? ഈ സ്ഥലത്ത് കടന്ന സ്വർഗത്ത് കടന്നു എന്നർത്ഥം. അത്ര പുണ്യമുള്ള സ്ഥലമാണ്. ആ മീസാബിന്റെ ചുവട്ടിൽ നിന്നിട്ട് അല്ലാ, ഒരു മനുഷ്യനെ കുറിച്ച് ഞാൻ കള്ളുകുടിയനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പുറത്തു തരണേ അല്ലാ. ആ ഒരൊറ്റ തെറ്റ് ഖിയാമം വരെ ചോദിച്ചാലും അല്ലാഹു പൊറുക്കുകയില്ല. കഅബാലയത്തിൽ റസൂൽ വരുന്നത് എങ്ങനെയാണ്? ആ ശരീരത്തിൽ നിന്ന് ഷർട്ട് ഇങ്ങോട്ട് മാറ്റി നഗ്നമായ ശരീരം കഅബത്തിന്റെ ചുമരിലേക്ക് തട്ടിച്ചു നിന്നുകൊണ്ട് റസൂൽ വരുന്നില്ലേ? വലത്തെ കൈ കഅബത്തിന്റെ വാതിലിന്റെ മുകളിൽ വെച്ച്, ഇടത്തെ കൈ ഹജറുൽ അസ്വദിലേക്ക് നീട്ടിവെച്ച്, നെഞ്ച് മുൽത്തസമിൽ വെച്ചുകൊണ്ട് കഅബത്തിന്റെ വാതിലും ഹജറുൽ അസ്വദും മുൽത്തസമും ഒരുമിച്ച് നിന്നുകൊണ്ട് ഖിയാമം വരെ കരഞ്ഞ് കരഞ്ഞ് പറഞ്ഞാലും അല്ലാഹു ആ ദോഷം പൊറുക്കില്ല. എന്ന് മാത്രമല്ല, നാളെ പരലോകത്തെ വിചാരണയുടെ സന്ദർഭത്തിൽ ഈ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുന്നു, അർഹമുർ-റഹീമായ റബ്ബേ, ഈ മനുഷ്യൻ എന്നെ പറ്റി കള്ളുകുടിയനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, സത്യവുമാണ് പറഞ്ഞത്, കളവൊന്നുമല്ല പറഞ്ഞത്, ഞാനെന്ന് കള്ളു കുടിക്കുന്ന ആളും തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ മനുഷ്യൻ എന്നെ കുറിച്ച് കള്ളുകുടിയനാണെന്ന് പറഞ്ഞത് പൊരുത്തപ്പെടിപ്പിച്ചിട്ടില്ല, ഞാനത് പൊരുത്തപ്പെട്ടു കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് റഹ്മാനായ റബ്ബേ, ഇവിടെ വെച്ച് നീ അതിന് പരിഹാരമുണ്ടാക്കി തരണം. അല്ലാഹ് എല്ലാവർക്കും പരിഹാരം ഉണ്ടാക്കി കൊടുക്കുകയാണല്ലോ. അത് ജസാഇന്റെ ലോകമാണ്, പ്രതിഫലത്തിന്റെ ലോകമാണ്. എന്താണ് അല്ലാഹു ഉണ്ടാക്കുന്ന പ്രതിഫലം? ഞാനൊരൊറ്റ തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ അയാളെ പറ്റി ഒരു കള്ളുകുടിയാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് സത്യവുമാണ്. അയാൾ അള്ളാഹിനോട് പരാതിപ്പെടുന്നു, എന്നെ കുറിച്ച് കള്ളുകുടിയാനാണെന്ന് പറഞ്ഞിട്ട്. എന്നാ നീയും അങ്ങോട്ട് പറഞ്ഞേക്ക് അവൻ കള്ളുകുടിയാനാണ്. അതാണോ പരിഹാരം? അല്ല. ഞാൻ ചെയ്ത നിസ്കാരാദി കർമ്മങ്ങൾ മുഴുവനും എടുത്തിട്ട് ആ കള്ളുകുടിയനായിരുന്ന മനുഷ്യന് അള്ളാഹു അങ്ങ് കൊടുക്കുന്നു. ആരാ പരലോകത്ത് കുടുങ്ങിയത്? പറയുമ്പോ ശ്രദ്ധിക്കണേ. ഒരു മനുഷ്യനെ പറ്റി കുറ്റം പറയാൻ പോകരുത്, മറ്റുള്ളവരെ അപമാനപ്പെടുത്തരുത്. ഒരു മനുഷ്യനിൽ ഒരു ന്യൂനത ഉണ്ടെങ്കിൽ അത് ആരോടും പറയണ്ട. പറഞ്ഞിട്ട് എന്റെ അമലെന്തിനാണ് നശിപ്പിക്കുന്നത്? അൽ മുഗ്താബ് വൽ മുസ്തമിഉ ശരീകാനി ഫിൽ ഇത്മി ഖാല റസൂലുള്ളാഹി. ഗീബത്ത് പറഞ്ഞവനും കേട്ടവനും ശരീകാനി ഫിൽ ഇത്മി, കുറ്റത്തിൽ അവർ സമമാണ്, തെറ്റിൽ അവർ സമമാണ്, ശിക്ഷ സമമാണ്. ഞാൻ ഗീബത്ത് പറയുന്നു, ഒരു മനുഷ്യൻ ഇവിടെ ഇരുന്നിട്ട് അത് കേൾക്കുന്നു, അയാൾ ഒരക്ഷരം മിണ്ടിയിട്ടില്ല, കേൾക്കുന്നേ ഉള്ളൂ. എന്നാൽ പറഞ്ഞ എനിക്ക് എന്ത് ശിക്ഷയാണോ അത് കേട്ടവനും ബാധകമാണ്. ഇതുകൊണ്ട് തന്നെ ഗീബത്തിന്റെ സദസ്സുകളിൽ പങ്കെടുക്കരുത്. പരലോകത്ത് വരുമ്പോ ആ മനുഷ്യൻ പരാതിപ്പെടും, നമ്മുടെ അമലുകൾ അദ്ദേഹത്തിന് കൊടുക്കും. അതേ സമയത്ത് ഒരു മനുഷ്യൻ കള്ളുകുടിക്കുന്നത് കണ്ടുപോയി, നമ്മൾ കണ്ടു അയാൾ കള്ളുകുടിക്കുന്നത്, അല്ലെങ്കിൽ അയാളുടെ ബൈക്കിന്റെ പുറകിൽ ഒരു പെണ്ണിനെ കയറ്റിയിട്ട് പോകുന്നു, അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അയാൾ തെറ്റ് ചെയ്തു, ആരോടും പറയണ്ട. അയാള് വിളിച്ചിട്ട് പറയാം, മോനെ നീ ഇന്ന ആളെ മോനല്ലേ, നല്ല ഒരു തറവാട്ടിൽപ്പെട്ടവനല്ലേ, നിന്റെ ബാപ്പ നല്ലൊരു സാലിഹായ മനുഷ്യനല്ലേ, നിന്റെ ബാപ്പ വിശ്വസിച്ച് വാങ്ങി തന്നതല്ലേ ഈ വണ്ടി, ഈ ബൈക്കും ഓടിച്ച് നീ പോകുമ്പോ നിനക്ക് അന്യ ഒരു പെണ്ണിന്, ഹറാമായ പെണ്ണിന് ഇതിന്റെ പിന്നിൽ ലിഫ്റ്റ് കൊടുക്കാൻ പാടുണ്ടോ? ചെയ്തത് റബ്ബിന് നിനക്ക് ഓർമ്മയില്ലേ മോനെ? ആ മോനോട് നീ ചെന്ന് ഉപദേശിച്ചോ? ആ പെണ്ണിനെ വിളിച്ചിട്ട് പറഞ്ഞു, പെണ്ണെ, നല്ലൊരു ഉമ്മാക്കും ബാപ്പാക്കും ഒരു മുസ്ലിം തറവാട്ടിൽ പറഞ്ഞ മോളല്ലേ നീ, ഹറാമായൊരു പുരുഷന്റെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്തത് അള്ളാഹ് പൊരുത്തപ്പെടുമോ? നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങ് പോകുന്ന സമയത്ത് അല്ലാഹു തആല നിങ്ങളൊരു അപകടത്തിൽപ്പെടുത്തി മരിപ്പിച്ചാൽ അള്ളാന്റെ അദാബിന്റെ മലക്കുകളല്ലേ നിങ്ങളെ റൂഹിനെ കൊണ്ടുപോകുന്നത്? റബ്ബിന്റെ നരകത്തിലേക്കല്ലേ നിങ്ങളെ പോക്ക്? അള്ളാഹ്ക്ക് പൊരുത്തപ്പെടാത്ത പണി ചെയ്യാമോ മോളെ?
പടച്ചോനെ ധിക്കരിച്ച് ജീവിക്കാൻ പാടുണ്ടോ പെണ്ണെ? ഒന്ന് ഉപദേശിച്ചു കൊടുത്തോ? കുഴപ്പമില്ല. നീ അതവിടെ കണ്ടുവെച്ചു. ഇവരോട് രണ്ടാളോടും പറഞ്ഞില്ല. ഹോട്ടലിലെ ചായ കുടിക്കാൻ ചെന്ന് നോക്കുമ്പോ നമ്മൾ അബൂക്കർഖാന്റെ മോളുണ്ട്, അതാ മറ്റോന്റെ ബൈക്കിന്റെ പുറകിൽ പോകുന്നു. എന്താ കാര്യം? പറഞ്ഞിട്ട് എന്താ കാര്യം? അവന്റെ ബൈക്കിന്റെ പിന്നിലെ അവള് പോകുന്നു എന്ന് ഈ ഹോട്ടലിൽ കയറിയിട്ട് 4 ആളോട് പറഞ്ഞിട്ട് എന്തൊരു കാര്യമുണ്ട്? ഒരു കാര്യവുമില്ല. അത് കണ്ടു. പഠിച്ചവനെ, ആരോടും പറയാൻ പാടില്ല, അവരോട് നേരിട്ട് പറയാം. അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഉമ്മാനും ബാപ്പാനും വിളിച്ചിട്ട് പറയണം, നിങ്ങളുടെ മകളെ ഒറ്റക്ക് വിടരുത്. നിങ്ങളങ്ങനെ സ്കൂളിലേക്കും കോളേജിലേക്കും പറഞ്ഞേക്കുമ്പോ നിങ്ങളെ ശ്രദ്ധയില്ലെങ്കിൽ അന്യൊരു പുരുഷന്റെ ബാക്കിൽ കയറിയിട്ട് പോകുന്നത് ഞാൻ കണ്ടു. മകളെ ഗുണത്തിനു വേണ്ടി, നിങ്ങളെ ഗുണത്തിനു വേണ്ടി ഉപദേശിക്കുകയാണ്. മകളെ ഒന്ന് ഉപദേശിക്കണം എന്ന് മകളെ ഉമ്മാനോടും പറയാം, ബാപ്പാനോട് പറയാം. മറ്റുള്ളവരോട് പറഞ്ഞിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഇത് മറ്റുള്ളവരെ അറിയിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? നീ അതങ്ങ് മറച്ചു വെച്ചാൽ നാളെ പരലോകത്ത് അല്ലാഹു തആല വിചാരണക്കെടുക്കുമ്പോ നമ്മുടെ ഓരോ ദോഷങ്ങളും വിസ്തരിച്ച് 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 ബോധ്യപ്പെടുത്തി തന്നിട്ട് അതിനുള്ള ശിക്ഷ എന്താണെന്നും നമുക്ക് ബോധ്യപ്പെടുത്തി തരുമ്പോ റഹ്മാനായ റബ്ബ് പറയുന്നു, ഇന്നേ ദിവസം ഞാനത് മുഴുവനും മറച്ചു കളഞ്ഞു. അല്ലാഹു തആല മാപ്പ് ചെയ്തു തരും. വേറൊരു വിഷയം കൂടിയുണ്ട്. മറ്റൊന്ന്, നാം ഒരു തെറ്റ് ചെയ്താൽ അതാരെയും അറിയിക്കരുത്. ഇന്നെങ്ങാനും സുബഹി നഷ്ടപ്പെട്ടാൽ വലിയ കാര്യത്തോടുകൂടി ളുഹറിന് പള്ളിയിൽ വന്നപ്പോ ഉസ്താദേ സുബഹിക്കരിക്കാൻ കഴിഞ്ഞില്ല, വല്ലാത്തൊരു നഷ്ടമായി പോയത്. സംഗതി സത്യമാ പറഞ്ഞത്. സങ്കടം പറയാണ് ഉസ്താദിനോട്. മിണ്ടിപ്പോകരുത്, ഒരൊറ്റ കുട്ടിയോട് മിണ്ടരുത്. എന്താ അത്? നീ ദുനിയാവിൽ വെച്ച് ഒരു തെറ്റ് ചെയ്തപ്പോ ആരും അറിയരുത് എന്ന് വിചാരിച്ച് മറച്ചു വെച്ചില്ലേ? അത് കാരണം ജനങ്ങളെ കണ്ണിൽപ്പെടുന്നതും ജനങ്ങളെടുക്കൽ ആ തെറ്റ് നീ ചെയ്തത് അറിയാതെ മറച്ചു വെക്കണമെന്ന് വിചാരിച്ച് നീ സൂക്ഷിച്ചു വെച്ചപ്പോ, സ്വകാര്യമാക്കി വെച്ചപ്പോ, ഞാൻ നിന്റെ ദോഷങ്ങളെ ഇന്ന് സ്വകാര്യമാക്കി വെച്ചു. ഞാൻ ഒരു തെറ്റ് ചെയ്തു, അത് നിങ്ങളറിഞ്ഞു. നാളെ പരലോകത്ത് അല്ലാഹു പുറത്തു തരൂല. മറ്റൊരാള് അറിഞ്ഞ തെറ്റ് അല്ലാഹു പൊറുക്കില്ല. അതുകൊണ്ട് തന്നെ റമളാൻ മാസം ഒരു നോമ്പ് മനുഷ്യന് നഷ്ടപ്പെട്ടാൽ ആരോടും പറയരുത് ഇന്നെനിക്ക് നോമ്പില്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഏതായാലും നോമ്പില്ലല്ലോ എന്ന നിലക്ക് ബീഡിയും വലിച്ച് സിഗരറ്റും വലിച്ച്, അതല്ലെങ്കിൽ ചായ കുടിച്ച് ഓപ്പണായും ജനങ്ങളെ മുമ്പിലൂടെ നടക്കരുത്. അത് മറച്ചു വെക്കണം. എനിക്ക് നോമ്പില്ലാത്ത വിവരം, രോഗം കാരണം നോമ്പ് ഉപേക്ഷിക്കാമല്ലോ. ഒരാൾക്ക് രോഗമായതുകൊണ്ട് നോമ്പ് നോറ്റില്ല, ഒരു കാരണത്തിന് വേണ്ടിയാണ്, അല്ലാഹു അവനെ ശിക്ഷിക്കുകയില്ല. അതേ സമയത്ത് എനിക്ക് നോമ്പില്ല, ഞാനൊരു കാരണത്തിനാണ് മുറിച്ചത് എങ്കിൽ പോലും പെണ്ണുങ്ങൾക്ക് നോമ്പില്ലാതിരിക്കാം. റമദാൻ മാസത്തിന് മെൻസസ് ആയാൽ പെണ്ണുങ്ങൾക്ക് നോമ്പ് നോൽക്കൽ ഹറാമല്ലേ? ഇരിക്കുന്ന എന്തായാലും നോമ്പില്ല. മക്കൾ അറിഞ്ഞാൽ എന്താ? മക്കൾ അറിയരുത്. മെൻസസ് കാരണം ശർഅ് വിട്ടുവീഴ്ച നൽകിയ നോമ്പാണെങ്കിൽ പോലും ആ വീട്ടിലെ ചെറിയ കുട്ടികൾ അറിയാതെ മറച്ചു വെക്കണം. ആ മക്കൾക്കൊരു തെറ്റിദ്ധാരണ കൊടുങ്ങും. ഈ രൂപത്തിൽ മറക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം മക്കൾ കാണരുത്. ഒരു കാരണത്തിന് വേണ്ടി ഉപേക്ഷിച്ച നോമ്പാണെങ്കിലും ഉമ്മാക്ക് നോമ്പില്ല എന്ന് മക്കൾ അറിയരുത്. തെറ്റിദ്ധാരണ ഉണ്ടാവാൻ കാരണമാകും. അതേ സമയത്ത് ആ വീട്ടിൽ തെറ്റിദ്ധാരണ ഇല്ലാത്ത മുതിർന്ന മക്കളോ ഇതൊക്കെ അറിയുന്ന മക്കള് അറിഞ്ഞു പോയത് കൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അത്രത്തോളം മറച്ചു വെക്കണമെന്ന് ഒരു നിശ്ചയം ഇസ്ലാമിനുണ്ടെങ്കിൽ നമ്മുടെ പക്കൽ നിന്ന് ഒരു തെറ്റ് സംഭവിച്ചാൽ അത് മൂടി വെച്ചു, അത് രഹസ്യമാക്കി വെച്ചു, ആരും അറിയരുതേ എന്ന നിരക്ക് സ്വകാര്യമാക്കി വെച്ചാൽ അല്ലാഹു തആല നാളെ പരലോകത്ത് യൗമ തുബ്ലസ് സറായിർ, എന്താണ് പരലോകം? മഹ്ശർ എന്താണ്? യൗമ തുബ്ലസ് സറായിർ, എല്ലാ രഹസ്യങ്ങളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന് പറിച്ചു ചീന്തുന്ന ആ ദിവസമാണ്. ദുനിയാവിൽ എന്ത് മറച്ചു വെച്ച് ചെയ്താലും വ്യഭിചാരം ആരും അറിയാതെ എറണാകുളത്ത് ഒരു ലോഡ്ജ് എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ കോഴിക്കോട്ടേക്ക് പോയി, ആരും പരിചയമില്ലാത്ത തിരുവനന്തപുരത്തേക്ക് പോയി, അവിടെ എന്റെ പരിചയക്കാരുമില്ല, ഒരു ലോഡ്ജ് എടുത്തു,
അതിന്റെ ഉള്ളിൽ സ്വകാര്യമായി നല്ല സെക്യൂരിറ്റിയുള്ള ലോഡ്ജാണ്. പെട്ടെന്ന് ആരും കയറി വരില്ല, പോലീസ് റെയ്ഡ് ചെയ്യാനൊന്നും വരില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരു ലോഡ്ജ് എടുത്തുകൊണ്ട് അതിന്റെ റൂം എടുത്തുകൊണ്ട് ഒറ്റക്ക് ഒരു റൂമിൽ ആരും അറിയാതെ വ്യഭിചാരം ചെയ്താൽ അത് മറച്ചു വെച്ചാൽ തന്നെ അള്ളാഹു ഉദ്ദേശിച്ചതേ പൊറുക്കൂ. സബഉൽ മൂബിഖാത്ത് പൊറുക്കുകയില്ല, വന്തോഷങ്ങൾ പൊറുക്കുകയില്ല, നസൂഹായ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ പൊറുക്കുകയില്ല. എല്ലാ രഹസ്യങ്ങളും പരലോകത്ത് വെളിച്ചമാക്കുമല്ലോ. മറച്ചു വെച്ച് നസൂഹായ തൗബ ചെയ്ത ഒരു സംഗതി അല്ലാഹു തആല വെളിപ്പെടുത്തി അവനെ വഷളാക്കൂല. ഇത് തൗബ ഉണ്ടായിട്ടില്ല, അങ്ങനെ മറച്ചു വെച്ചതാ. മറച്ചു വെച്ചാ മാത്രം പോരാ, മറച്ചു വെച്ച സംഗതിയെ മുഴുവനും വെളിച്ചത്ത് കൊണ്ടുവരും, സ്വകാര്യമായി ചെയ്തതും വെളിച്ചത്ത് കൊണ്ടുവരും. ഖൽബിന്റെ അകത്ത് സൂക്ഷിച്ച രഹസ്യങ്ങളും കൂടി നാളെ പരലോകത്ത് അല്ലാഹു വെളിച്ചത്ത് കൊണ്ടുവരും. യൗമതുബലസ്സറായിറിന്റെ നാളാണ്. ആ ലോകത്ത് അല്ലാഹു തആല മാപ്പ് ചെയ്ത് തരാൻ നല്ല ഒരു മാർഗമാണ്. പരസ്യമായി ചെയ്യരുത്. നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ അതാരെയും അറിയിക്കരുത്. രോഗം കാരണം ഒരു നോമ്പ് നോൽക്കാൻ പറ്റിയില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടൂല, നോമ്പ് ഇല്ല എന്നത് മറ്റൊരാൾ അറിയിക്കരുത്. ഇതാണ് പറഞ്ഞത്, സ്വകാര്യത്തിൽ വെക്കണം. ഇങ്ങനെ മറ്റൊരു മുസ്ലിമായ മനുഷ്യന്റെ സ്വകാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരരുത്. ഇത്ര കഠിനമായ വിഷമം സഹിച്ചിട്ടും ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു, പൊട്ടൻ ഹാത്തം എന്ന പേര് സിദ്ധിച്ചത് ആ പെണ്ണിന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അതിന്റെ ഗുണം പരലോകത്ത് മോഹിച്ചുകൊണ്ടാണ്. ഇത് എനിക്കും നിങ്ങൾക്കും അള്ളാഹു ജീവിതത്തിൽ നിലനിർത്താനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ പരലോകത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടേണ്ട മേഖലകൾ ചിന്തിക്കുവാനുണ്ട്. ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട ചില വിഷയങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. കുറെ പരലോകത്തിന്റെ ഭീകരതകൾ വിവരിക്കുന്നതിന് പകരം അവിടെ ഗുണം കിട്ടുന്ന ചില അമലുകൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആമുഖമായി പറഞ്ഞു, പരലോകം പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അഭിപ്രായമുണ്ട്, അത് പറയണം ഇത് പറയണം പലതും പറയണം. അതിനൊന്നും വിശാലമായ ടൈമില്ലാത്തത് കൊണ്ട് ചില ചുരുക്ക സംഗതികൾ നിങ്ങളെ കേൾപ്പിക്കുകയും അതെങ്ങാനും ജീവിതത്തിൽ അമല് ചെയ്തുകൊണ്ട് പരലോകത്ത് രക്ഷ പ്രാപിക്കാൻ കഴിയണമേ എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. എനിക്കും നിങ്ങൾക്കും അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പരലോകത്ത് ഈ ചുട്ടുപൊള്ളുന്ന മഹ്ശറിൽ അല്ലാഹു തആല 50,000 കൊല്ലം നിൽക്കുമ്പോ നിന്ന് വിഷമിക്കുകയില്ലേ? അപ്പോൾ ഒരു കൂട്ടം മനുഷ്യന്മാരുണ്ട്, അവർക്ക് ആ നൃത്തം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന അത്രേ തോന്നൂ. നബിയുനാ റസൂലുള്ളാഹി. മഹ്ശറിലുള്ള 50,000 കൊല്ലം നൃത്തമൊന്നും അവർക്കൊരു പ്രശ്നമല്ല. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്തേ തോന്നുള്ളൂ. പെട്ടെന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ്. കാരണം അവര് വെമ്പൽ കൊള്ളുകയാണ്. അല്ലാഹുവേ, സ്വർഗം കണ്ടാ മരിച്ചത്, അതാ ദൂരത്ത് സ്വർഗം കാണുന്നു. ആ സ്വർഗത്തിന്റെ പരിമളം എത്രയോ ലക്ഷക്കണക്കിന് മൈൽ ദൂരത്തേക്ക് അടിച്ചു വീശുന്നു. ആ സ്വർഗത്തിന്റെ പരിമളം അത് കാണുന്നു. അത് കണ്ടു മരിച്ചതല്ലേ, എപ്പോഴാണോ അങ്ങോട്ട് എത്തിക്കിട്ടുക? ഈ ചിന്തയിലങ്ങ് മുഴുകി നിൽക്കുമ്പോൾ അല്ലാഹു തആല ആ സ്വാലിഹീങ്ങളായ, നിസ്കാരം ഖളാ ആക്കാത്ത, കളവ് പറയാത്ത, വ്യഭിചരിക്കാത്ത, മദ്യപിക്കാത്ത, നാട്ടിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കി നടക്കാത്ത അച്ചടക്കമുള്ള സമൂഹം, നല്ല വിശ്വാസം സൂക്ഷിച്ച സമൂഹം, ബിദ്അത്തിൽ ചെന്നുപെടാതെ, അല്ലാഹുവിന്റെ റസൂലിനെ ഒരു സാധാരണക്കാരനായി ചിത്രീകരിക്കാതെ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കന്മാര് മഹാന്മാരോട് ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ മഹത്തുക്കളായ പൂർവിക സ്വാലിഹീങ്ങൾ കൈമാറി തന്ന ആശയത്തിനുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞ് നിസ്കരിക്കുകയും അതിനുശേഷം ദുആ നടത്തുകയും ചെയ്തുകൊണ്ട് നല്ല ചിട്ടയോടെ ജീവിച്ച സ്വാലിഹീങ്ങൾക്ക് നാളെ പരലോകത്ത് 50,000 കൊല്ലമല്ല 2 റക്അത്ത് നിസ്കാരത്തിൻ്റെതാണ്. വേറെ ഒരു ഹദീത്തിൽ കാണുന്നു, ളുഹറിന്റെ ബാങ്ക് കൊടുത്തു, ളുഹർ നിസ്കാരം കഴിഞ്ഞാൽ അസ്ർ ബാങ്ക് കൊടുക്കുന്നത് വരെ എത്ര ടൈമുണ്ടോ ദുനിയാവില്? ഇപ്പോൾ ളുഹറിന് ബാങ്ക് കൊടുക്കുന്നത് 12:40 12:40 ബാങ്ക് വിളിച്ചാൽ 3:53 അസറിന്റെ ബാങ്ക് വിളിക്കുന്നതിനിടയിൽ എത്ര മണിക്കൂറുണ്ട്? ആ ടൈം മാത്രമേ മഹ്ശറയിലെ നൃത്തം അനുഭവപ്പെടൂ.
എന്ന് നബിയുനാ റസൂലുള്ളാഹി. ചുട്ടുപഴുത്ത ലോഹത്തകിടിന്റെ മുകളിൽ, ചെമ്പിന്റെ മുകളിൽ നഗ്നവാദങ്ങളോടുകൂടി നിൽക്കേണ്ട. പിന്നെയോ യുൻസബു ലിത്വാഇഫത്തിൻ മിനന്നാസി കറാസിയു ഹൗലൽ അർശ്. അർശിന്റെ താഴ്ഭാഗത്ത് കസേര കൊണ്ടുവന്ന് വിരിക്കും. ആ കസേരയിൽ മനുഷ്യന്മാരിരിക്കും. അവരുടെ മുഖം എന്ത് സന്തോഷമാണ്. യഫ്സഉന്നാസു വഹും ലാ യഫ്സഊൻ. എല്ലാ ജനങ്ങളും വിഷമിക്കുകയാണ്. സർവജനങ്ങളും ബുദ്ധിമുട്ടുന്ന സന്ദർഭം, ദുഃഖിക്കുന്ന സന്ദർഭം, വിഷമിക്കുന്ന സന്ദർഭം. അപ്പോഴതാ ഈ അർശിന്റെ താഴ്ഭാഗത്ത് ഒരു വിഷമവും അറിയാതെ നിൽക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന് സ്വർണ്ണ കസേരകൾ വിരിച്ചുകൊണ്ട് അതിലാണ് അവരിയ്ക്കുന്നത്. ആരാണത്? 7 കൂട്ടം ആളുകളാണ്. വേറെ ഒരു ഹദീസില് 10 കൂട്ടരാണ് എന്ന് കാണാം. ഖുർആൻ മനഃപ്പാടമാക്കിയവർ വന്ന്, ഖുർആൻ മനഃപ്പാടമാക്കിയ ആളുകൾ മാത്രമല്ല, അവർ അർശിന്റെ താഴ്ഭാഗത്താണ്. ആ ഖുർആൻ മനഃപ്പാടമാക്കിയ നമ്മുടെ കുടുംബത്തിൽ ഒരു കുട്ടി ഖുർആൻ മനഃപ്പാടമാക്കിയാൽ ആ കുഞ്ഞിന്റെ 70 കുടുംബങ്ങളെ അർശിന്റെ താഴ്ഭാഗത്ത് അവൻ നിൽക്കുന്ന കസേരയുടെ സമീപത്തേക്ക് അണച്ചുകൂട്ടും. അത്ര പുണ്യമുള്ളതാണ് ഖുർആൻ ഹിഫ്ളാക്കുക എന്ന് പറഞ്ഞാൽ. വലിയ പുണ്യമുള്ളതാണ്. ഒരു ബാപ്പാക്ക് ഖുർആൻ ഹിഫ്ളാക്കിയ മകനുണ്ടെങ്കിൽ, ഒരു ഉമ്മാക്ക് ഖുർആൻ ഹിഫ്ളാക്കിയ മകനുണ്ടെങ്കിൽ, ആ ഉമ്മാന്റെയും ബാപ്പാന്റെയും മോന് ഖുർആൻ ഹിഫ്ളാക്കിയ ആ കുട്ടി തന്റെ കുടുംബത്തിൽപ്പെട്ട 70 ആളുകളെ, 70 കുടുംബങ്ങളെ അതാ ആ അർശിന്റെ താഴ്ഭാഗത്ത് അവൻ നിൽക്കുന്ന കസേരയിലേക്ക് പിടിച്ചു കയറ്റിയിരുത്തും എന്ന് പറഞ്ഞ ആ തണലത്ത് ഇരിക്കാൻ ഭാഗ്യം കിട്ടും. എന്തൊരനുഗ്രഹമാണ് ഖുർആൻ മനഃപ്പാടമാക്കുക എന്നത്. ഇരിക്കട്ടെ, നമ്മുടെ കുടുംബത്തിലും ഒരാൾ ഖുർആൻ ഹിഫ്ളാക്കിയതുണ്ടാവണം. പക്ഷേ ഹിഫ്ളാക്കൽ വലിയ പുണ്യമാണ്. മറന്നുപോയാൽ ഇതിന്റെ ശിക്ഷ ഡബിളാണ്, ഭയങ്കര ഗൗരവമാണ്. നമ്മുടെ കുഞ്ഞുമക്കൾ പ്രായപൂർത്തിയാകാത്ത കാലമാണ്, ഒരു തക്ലീഫും അവർക്കില്ല, കൊച്ചുകുട്ടികളാണ്. ആ കുട്ടികളെ കൊണ്ട് ഉമ്മയും ബാപ്പയും അടിച്ചേൽപ്പിക്കുകയാണ്, മോനെ ഖുർആൻ ഹിഫ്ളാക്കിക്കോ. ഈ കുട്ടിക്ക് ബുദ്ധി ഉറക്കുന്ന കാലത്ത് ദുനിയാവിന്റെ ചുറ്റുപാടുകളിലൂടെ അല്ലെങ്കിൽ മറ്റു പഠന മേഖലകളിലൂടെ ഈ കുട്ടി അങ്ങോട്ട് വളർന്നു വരുമ്പോ ഈ കുട്ടി ചിന്തിക്കും, പഠിച്ചവനെ എന്നെ കൊണ്ട് ഹിഫ്ളാക്കിയത് സൂക്ഷിക്കാൻ കഴിയില്ലല്ലോ, അത് മറന്നു പോകാതെ സൂക്ഷിക്കണമല്ലോ. ഖുർആൻ മുഴുവനും മനഃപ്പാടമാക്കണ്ട, ഒരു സൂറത്ത് മനഃപ്പാടമാക്കിയിരുന്നു പണ്ട്. യാസീൻ പഠിച്ചിരുന്നു, ഇപ്പോൾ അതിൽ ചില ആയത്തുകൾ മറന്നുപോയി. തബാറക പഠിച്ചിരുന്നു, ഇപ്പോൾ ചില ആയത്ത് മറന്നുപോയി. 10 സൂറത്ത് താഴെ ഉള്ളത് പഠിച്ചിരുന്നു. അലംതറ കൈഫ മുതൽക്ക് താഴോട്ട് അറിയാമായിരുന്നു. സബ്ബിഹിസ്മ മുതൽ താഴോട്ട് അറിയാമായിരുന്നു. ചില സൂറത്തുകൾ മറന്നുപോയി. ആ മറന്നതിന്റെ ശിക്ഷ എത്രമാത്രം ഗൗരവമാണ്. ഖുർആൻ പഠിച്ചത് മറക്കുക എന്നത് ഭയങ്കര ശിക്ഷയുള്ള കാര്യമാണ്. അത്ര ഗൗരവമായ ശിക്ഷ മറ്റേതെങ്കിലും തെറ്റിന് ഉണ്ടോ അറിയില്ല. അത്രമാത്രം വിവരിക്കാൻ കഴിയാത്ത ശിക്ഷയുള്ള കാര്യമാണ്. ഈ കുട്ടി ചിന്തിക്കുമോ, പഠിച്ചവനെ എന്റെ വാപ്പ എന്നെ കൊണ്ട് ഖുർആൻ ഹിഫ്ളാക്കി, ഞാൻ ഒരിക്കലും അത് താങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് ബുദ്ധിയില്ലാത്ത കാലത്ത് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്ന് ഈ കുട്ടികൾ നമ്മെ പഴിക്കാതിരിക്കട്ടെ, അവരെ നമ്മെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ. നമ്മുടെ മക്കളെ കൊണ്ട് പഠിപ്പിച്ചാൽ ആ മക്കളത് മറന്നു പോകാതെ സൂക്ഷിക്കാൻ അവരെ പഠിപ്പിക്കണം, അവർക്ക് പ്രേരിപ്പിക്കണം. ഖുർആൻ ഹിഫ്ളാക്കിയ ഒരാള് അത് മറക്കാതിരിക്കണമെങ്കിൽ ഒരു ദിവസം 6 ജുസ് ഓതണം. 5 ദിവസം കൊണ്ട് ഖത്തം തീർക്കണം. 5 ദിവസം കൊണ്ട് 30 ജുസ് ഓതണം. കാരണം ഖുർആൻ അള്ളാന്റെ കലാമാണ്. ഖൽബ് ഹാദിസാണ്, ഖൽബ് സൃഷ്ടിയാണ്, റബ്ബിന്റെ സൃഷ്ടിയാണ്. ഖുർആൻ അള്ളാന്റെ സൃഷ്ടിയല്ല. ഇത് വളരെ വൈരുദ്ധ്യമുള്ളതാണ്. ഹാദിസായ ഖൽബില് ഖദീമായ കലാമായ ഖുർആൻ, അള്ളാന്റെ കലാം ഒരു സൃഷ്ടിയല്ല. ആ സൃഷ്ടിയല്ലാത്ത ഖുർആൻ സൃഷ്ടിയായ ഖൽബിന്റെ അകത്ത് ഇരിക്കൂല. ഈ ഖുർആൻ അതിന്റെ ഉള്ളിലേക്ക് വെക്കുമ്പോ
കൈയെടുത്താൽ അതിങ്ങോട്ട് പൊങ്ങിപ്പോരും, പിന്നെയും വെക്കും, അതിങ്ങോട്ട് പൊങ്ങിപ്പോരും. അത് പൊങ്ങിപ്പോരാതിരിക്കാൻ അടിച്ചടിച്ചതിന്റെ ഉള്ളിൽ നിർത്തിയില്ലെങ്കിൽ വിദഗ്ധരായ ഹാഫിളീങ്ങൾ പറയുന്നത് 6 ജുസ് ഒരു ദിവസം ഓതിയില്ലെങ്കിൽ ഒരു ഹാഫിൾ ഖുർആൻ മറന്നു പോകാൻ എളുപ്പമാണ്, അത് സൂക്ഷിക്കാൻ വലിയ പ്രയാസമാണ്. ഹിഫ്ളാക്കുമ്പോ ശ്രദ്ധിച്ചോ, അത് വലിയ പുണ്യമുള്ള അമലാണ്. നാളെ പരലോകത്തിന്റെ ഒരു വിഷമവും അറിയണ്ട, മഹ്ശറയുടെ വിഷമങ്ങൾ അറിയണ്ട. അർശിന്റെ താഴ്ഭാഗത്ത് കസേര വിരിച്ച് ഇരിക്കാം. യഫ്സഉന്നാസു വഹും ലാ യഫ്സഊൻ. ഞാനും കൊല്ലത്ത് ഇസ്സുദ്ദീൻ സഖാഫി ഉസ്താദും കൂടി ഉള്ളാളത്ത്, എനിക്ക് ഉറൂസിന്റെ വഅളാണ്. ഉള്ളാൾ തങ്ങളെ മുമ്പിൽ മദനി തങ്ങളെ ഉറൂസിനോടനുബന്ധിച്ച വഅളാണ്. വഅള് പറയാൻ ചെന്നപ്പോ ഉള്ളാൾ തങ്ങളുടെ കൂടെ താജുൽ ഉലമന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നു. തങ്ങൾ ഭക്ഷണം ഇങ്ങനെ വിളമ്പിട്ട് തരുന്നു. ഈ അടുത്താണ്, കഴിഞ്ഞ ഉറൂസിനാണ്. എന്റെ കൂടെ ഇസ്സുദ്ദീൻ സഖാഫി ഉണ്ട്, അദ്ദേഹത്തിന് വേറൊരു സ്ഥലത്ത് വഅളാണ്. ഞങ്ങൾ വഅളിന് ചെന്ന് ഇരുന്നപ്പോ നല്ല റാഹത്തായിട്ട് തങ്ങൾ സംസാരിക്കുന്നു. തങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തരുന്നു, ഫ്രൂട്ട്സുകൾ ഇട്ട് തരുന്നു. നല്ലോണം തിന്നാലേ വഅള് പറയാൻ വെക്കോളൂ എന്ന് പറഞ്ഞ് എനിക്ക് എന്റെ പ്ലേറ്റിലേക്ക് അങ്ങനെ വിളമ്പിട്ട് തരാം. ഭക്ഷണം കഴിക്കുമ്പോ ഇസ്സുദ്ദീൻ സഖാഫി പറയും, തങ്ങളെ ഇതെന്റെ ശിഷ്യനാണ്, തന്റെ ശിഷ്യൻ കൂടെ ഉണ്ട്, ഹാഫിളാണ്, ഖുർആൻ ഹിഫ്ളാക്കാണ്, തങ്ങൾ ദ്വാരക്കണം. ഞാൻ ദ്വാരക്കൂല എന്ന് പറയും. ഇന്ന് വരെ ദ്വാരന്നിട്ടില്ല, ഞാൻ ദ്വാരക്കൂല എന്ന് പറയും. അതെന്താ? ഞാൻ ഇന്ന് വരെ ദ്വാരന്നിട്ടില്ല, ഇനി ദ്വാ ചെയ്യുകയുമില്ല. കാരണം എനിക്ക് ഖുർആൻ ഹിഫ്ളാക്കാമായിരുന്നു, ഞാൻ ആക്കിയിട്ടില്ല. അത് ഹിഫ്ളാക്കിയാൽ കിട്ടുന്ന കൂലി അറിയാത്തത് കൊണ്ടല്ല, ഒരക്ഷരം മറന്നുപോയാൽ അതിന്റെ ശിക്ഷ താങ്ങാൻ കഴിയില്ല എന്ന് പേടിച്ചിട്ട് ഞാനത് ഹിഫ്ളാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഹാഫിളിന് വേണ്ടി ഞാൻ ദ്വാരക്കുകയും ഇല്ല. ഇന്ന് വരെ ദ്വാരന്നിട്ടില്ല, ഇനി ദ്വാരക്കുകയുമില്ല. ഇസ്സുദ്ദീൻ സഖാഫി എന്നെ നോക്കി. കുറച്ചു കഴിഞ്ഞപ്പോ വിഷയങ്ങളൊക്കെ അങ്ങനെ മാറി തിരിഞ്ഞു വന്നപ്പോ കുറച്ചുകൂടി തങ്ങൾക്ക് റാഹത്താണെന്ന് തോന്നിയപ്പോ സഖാഫി വീണ്ടും പറഞ്ഞു, ദ്വാരക്കണേ തങ്ങളെ, ഇദ്ദേഹം ഒരു ഹാഫിളാണ്, തങ്ങളൊന്ന് ദ്വാരക്കൂല എന്നല്ലേ പറഞ്ഞത്? ഞാൻ ദ്വാരക്കൂല, ഞാനത് ദ്വാരന്നിട്ടില്ല ഇന്ന് വരെ, ഇനി ദ്വാരക്കുകയുമില്ല. അവരെയൊക്കെ ഒരു സൂക്ഷ്മത നോക്കണം നിങ്ങൾ. അവരുടെ സൂക്ഷ്മതയുടെ ഗൗരവമാണ് പറഞ്ഞത്. ഖുർആൻ ഹിഫ്ളാക്കൽ പുണ്യമുള്ളതാണ്. ഹിഫ്ളാക്കിയാൽ കിട്ടുന്നത് നാളെ പരലോകത്ത് വലിയ മഹത്വമാണ്. അർശിന്റെ തണലാണ് എന്ന് മാത്രമല്ല, തന്റെ കുടുംബത്തിലെ 70 കുടുംബങ്ങളെ, ഈ ഹാഫിളിന്റെ കുടുംബത്തിലെ 70 കുടുംബങ്ങളെ അർശിന്റെ തണലിലേക്ക് കൂട്ടിപ്പിടിച്ചുകൊണ്ട് നിർത്താനുള്ള അധികാരം അല്ലാഹു ആ ഹാഫിളിന് നൽകുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. വലിയ പുണ്യമുള്ള അമലാണ്. മറക്കരുതേ സഹോദരങ്ങളെ. ഇതുപോലെ നാളെ പരലോകത്ത് വിഷമം പിടിക്കാതിരിക്കാൻ അർശിന്റെ തണല് കിട്ടുന്ന 7 വിഭാഗം ആളുകളുണ്ട്. ഓരോ വിഭാഗങ്ങളെയും ഓരോ ദിവസം അത് പറയാനുണ്ട്. സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു.